ഒരു ഫുഡ് കഴിച്ചാൽ ആ ഒരു പ്ലേറ്റ് കഴുകാൻ വരെ എൻ്റെ ഉമ്മാനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഈ 4 വർഷത്തിനിടയിൽ എനിക്ക് ഇതുവരെ ഒരു മോശം അനുഭവം ഒരു ജർമ്മൻ്റെ കയ്യിൽ നിന്നും ഉണ്ടായിട്ടില്ല. ജർമ്മനി എനിക്ക് തോന്നുന്നു വലിയ റിസ്ക് അല്ല. ആദ്യത്തെ ഒരു 1.5 വർഷത്തിനുള്ളിൽ തന്നെ എൻ്റെ എല്ലാ ലോൺ ഞാൻ ക്ലോസ് ചെയ്തു. ഞാൻ 3 വർഷം ആമസോണിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പെർ അവർ നമുക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 18 euro പെർ അവർ. ഗൈഡൻസ് ഉണ്ടാവുന്നത് എപ്പോഴും ബെറ്ററാണ്. കാരണം മനസ്സോടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ വന്നപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ പോലും ഒരാളുണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്തെങ്കിലും ലേസ് മേടിച്ച് കഴിച്ചു, ആ ലേസിൻ്റെ പാക്കറ്റ് നമ്മൾ നിലത്തിടാൻ നമുക്ക് തോന്നില്ല. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സ്റ്റഡി അബ്രോഡ് അൺഫിൽറ്റേർഡ് വിത്ത് കീർത്തന. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായിട്ട് എന്താണ് ഈ പുറത്ത് പോയി പഠിക്കുന്നതിൻ്റെ റിയാലിറ്റി, ശരിക്കും ഫുൾ ഫാൻസി ഒരു പരിപാടിയാണോ ഈ സ്റ്റഡി അബ്രോഡ് എക്സ്പീരിയൻസ് എന്നുള്ളത് അവിടുത്തെ സ്റ്റുഡൻസ് ഡയറക്റ്റ്ലി പറഞ്ഞു തരുന്ന ഒരു സീരീസാണ് നമ്മളുടെ ഈ സ്റ്റഡി അബ്രോഡ് അൺഫിൽറ്റേർഡ് വിത്ത് കീർത്തന. ആൻഡ് ലാസ്റ്റ് എപ്പിസോഡിൽ, ഇഫ് യു ഹാവൻറ്റ് വാച്ച്ഡ് ഇറ്റ്, വി ഡിസ്കസ്ഡ് ദ റിയാലിറ്റി ഓഫ് സ്റ്റഡിയിങ് ഇൻ ഇറ്റലി. അപ്പോൾ ഇപ്രാവശ്യം വി ഹാവ് സമൺ ഫ്രം ജർമ്മനി ആൻഡ് ഹീ ഇസ് നോട്ട് ജസ്റ്റ് എ സ്റ്റുഡൻറ്റ്, ആളൊരു സെലിബ്രിറ്റിയാണ് മലയാളികൾക്കിടയിൽ എസ്പെഷ്യലി. കാരണം he is someone who shows us the real life of studying in Germany. അപ്പോൾ നമുക്ക് without any further ado നമുക്ക് ആളെ വെൽക്കം ചെയ്യാം. വെൽക്കം മിസ്റ്റർ ശ്രീഹാദ് ടു സ്റ്റഡി അബ്രോഡ് അൺഫിൽറ്റേർഡ്. Thank you. യെസ്, അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾക്ക് ഇങ്ങനെ ഒരു മീറ്റപ്പ് നമുക്ക് സെറ്റാക്കാൻ പറ്റി. ഐ എം സോ ഹാപ്പി ടു ഹാവ് യു ഓൺ ബോർഡ് ആൻഡ് ഡിസ്കസ് മെനി തിങ്സ്. നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് സംസാരിച്ചിട്ടുള്ളൂ. അതെ നമ്മള് വി ഹവ് കണക്റ്റഡ് ഓവർ ഇൻസ്റ്റഗ്രാം. അത് ഇറ്റ് വാസ് വൺ റീൽ ദാറ്റ് കോട്ട് മൈ അറ്റൻഷൻ. എനിക്ക് നിങ്ങളുടെ ഏത് റീലാണെന്ന് ഇപ്പൊ എനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല, കാരണം ഒരുപാട് റീൽസ് ഇപ്പൊ എനിക്ക് ഇങ്ങനെ എന്റെ മനസ്സിൽ വരുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ അതായത് ആ ഒരു പെർസ്പെക്റ്റീവ് ഇല്ലേ, വെരി കാൻഡിഡ്, വെരി കാഷ്വൽ, ആ ഒരു റീൽസ് തന്നെയാണ് നമ്മൾ ഇവിടെ ഇരിക്കാനുള്ള ഒരു കാരണം. സോ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, ആരാണ് ഷിഹാദ് കബീർ? യെസ്, എൻ്റെ പേര് ഷിഹാദ് കബീർ എന്നാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ ഒരു 4 years ആയിട്ട് ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് സ്റ്റുഡൻ്റ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു കണ്ടന്റ് ക്രിയേഷൻ ഇഷ്ടമുള്ളൊരു സംഭവം അതിൻ്റെ കൂടെ ചെയ്ത് അത്യാവശ്യം നല്ല രീതിക്ക് നിൽക്കുന്നു. നൈസ്. അപ്പോൾ ഈ ഒരു ഹോൾ ടൈം ലൈൻ ഇൻ ജർമ്മനിയിൽ എങ്ങനെയാണ് ഈ സമയം കണ്ടെത്തുന്നത് ഫോർ കോണ്ടന്റ് ക്രിയേഷൻ? കാരണം ഓൾറെഡി ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻറ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ലോഡഡ് ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു ഐഡിയ. അതായത് പഠിത്തം, പാർട്ട് ടൈം, കുക്കിംഗ്, ക്ലീനിങ് എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അതിൻ്റെ ഇടയിൽ കൂടെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു എങ്ങനെ സാധിക്കുന്നു? അത് നമ്മുടെ അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറയുന്നത് ഇപ്പോഴും സിനിമയൊക്കെ തന്നെയാണ്. പണ്ട് തൊട്ടും കോളേജ് സമയത്ത് തൊട്ട് നമ്മൾ ഷോർട്ട് ഫിലിം, സിനിമ ആ ഒരു രീതിക്ക് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തും, ആരാണേലും കണ്ടെത്തും. സ്റ്റിൽ നമ്മളെ ഒരു പാഷൻ അത് തന്നെയാണ്. എനിക്ക് എഡിറ്റിംഗ് ഇഷ്ടമാണ്, പിന്നെ ഡയറക്ഷൻ ഇഷ്ടമാണ്. ആ ഒരു രീതിക്ക് തന്നെ. അപ്പൊ എല്ലാ എഡിറ്റും സ്വയമാണല്ലോ ചെയ്യുന്നത്, വേറെ എഡിറ്റേഴ്സ് ഒന്നും ഇല്ല? ഇല്ല, നമ്മൾ തന്നെ എല്ലാം അങ്ങ് ചെയ്യും. സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ശരി, നമ്മൾ ചെയ്ത് പഠിച്ചാൽ പിന്നെ വേറെ ആൾക്ക് കൊടുക്കാനും തോന്നില്ല. പറ്റില്ല, അതൊരിക്കലും പറ്റില്ല. ഓക്കെ, ഫൈൻ. സോ ഇപ്പോൾ ജർമ്മനിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജർമ്മനി തന്നെ എങ്ങനെയാണ് ചൂസ് ചെയ്തത് ആസ് എ സ്റ്റഡി ഡെസ്റ്റിനേഷൻ? സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ആക്സിഡന്റലി ജർമ്മനിയിൽ എത്തിയ ഒരാളാണ്. അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് പേര് എനിക്ക് അറിയാം ജർമ്മനി സ്വപ്നം കണ്ട് നടക്കുന്ന, എങ്ങനെയും എത്താൻ വേണ്ടിയിട്ട് 3-4 വർഷം വേണ്ടി സ്പെൻഡ് ചെയ്ത് ലാംഗ്വേജ് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ കാര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ ലക്കിലി എത്തിയ ഒരാളാണ്. കാരണം ഈ കൊറോണ കഴിഞ്ഞ സമയത്ത് എനിക്കൊരു ചേട്ടായിണ്ട്. ആ പുള്ളിക്കാരൻ പറഞ്ഞു ജർമ്മനി ഒന്ന് പോയി നോക്കിയാലോ. ഞാനാണെങ്കിൽ ജർമ്മൻ ഫുട്ബോൾ ടീം മാത്രമേ എനിക്ക് അറിയുള്ളൂ, ജർമ്മനി എന്താണെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ആള് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാരും ഓക്കെ, ആ ചേട്ടായി ഉണ്ട്, അപ്പോൾ കൂടെ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞ ആള് കൂട്ടിന് വന്ന ആളാണ് ഞാൻ. അതായത് ആള് അപ്ലൈ ചെയ്തു, ഒപ്പം തന്നെ ഞങ്ങൾ ഒരുമിച്ച് അപ്ലൈ ചെയ്തു. ഞങ്ങൾ 5 പേരുണ്ട് മൊത്തം. ഒരുമിച്ച് ഞങ്ങൾ ഒരു കോളേജിൽ പഠിച്ചത്, വേറെ BSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചത്, ഒരു BCom അങ്ങനെ പഠിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരായിരുന്നു. അപ്പോൾ ഞങ്ങൾ 5 പേരും കൂടി ഒരുമിച്ച് ആപ്ലിക്കേഷൻ വെച്ചു. 4 പേർക്ക് റിജക്ഷൻ കിട്ടി. കൂട്ടിനെ വിളിച്ച എനിക്ക് മാത്രം വിസ സ്റ്റാമ്പ് ചെയ്തു. ഈ ചേട്ടായി ആൾക്ക് കിട്ടിയില്ല? ആൾക്ക് സ്റ്റിൽ കിട്ടിയിട്ടില്ല. ആള് പ്ലാൻ വിട്ടു. ആള് 1 വർഷത്തോളം പിന്നെ അതിന്റെ പിന്നാലെ നടന്നു.
പക്ഷെ അത് വർക്കൗട്ട് ആയില്ല. ആള് നാട്ടിൽ തന്നെ സെറ്റിലായി, ബാക്കിയുള്ളവരും നാട്ടിൽ തന്നെ സെറ്റിലായി. കൂട്ടിനെ വിളിച്ച ഞാൻ മാത്രം ജർമ്മനിയിലെത്തി. അത് കൊള്ളാം. ഒരു എന്താ ശരിക്കും ലക്ക് അല്ലെങ്കിൽ ഒരു അതെ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് എത്തിയിട്ടുള്ള ഒരാളല്ല. ശരി, പുറത്തു പോയി പഠിക്കണം പ്ലാൻ ഉണ്ടായിരുന്നോ? സത്യം പറഞ്ഞാൽ ആ ഒരു പ്ലാനും എനിക്ക് ഉണ്ടായിരുന്നില്ല. കൊറോണ ടൈമിലാണ് എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലേക്ക് നിൽക്കുമ്പോൾ ജർമ്മനിക്ക് തോന്നുന്നു ആ സമയത്ത് UK കാനഡയ്ക്കാണ് ട്രെൻഡ് വരുന്നത്. ജർമ്മനി അത്രയും ട്രെൻഡ് ആയിട്ടില്ല, കാരണം ഈ ലാംഗ്വേജിന്റെ ഒക്കെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും. ഞങ്ങളും 2018 ജർമ്മനി ചെയ്തോണ്ടിരിക്കുമ്പോ ഇനി ജർമ്മൻ വേണ്ടേ ഒരു ഇതായിരുന്നു. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ഒക്കെ തന്നെയായിരുന്നു പോപ്പുലർ ആയിട്ട് വരുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും ജർമ്മനി മതി. അത് അപ്പോഴാണ് നമ്മളുടെ ഈ കോണ്ടന്റ് ഒക്കെ ആൾക്കാർക്ക് ഇത്രയും താല്പര്യവും ഇങ്ങനെ ഒരു ആഗ്രഹവും. അതെ, പിന്നെ യൂറോപ്പ് ആണല്ലോ. അതെ, ആ ഒരു ട്രാവലും അങ്ങനെ രീതിയിലൊക്കെ ജർമ്മനി ഭയങ്കര ഡിമാൻഡായി ഇപ്പോ. അപ്പൊ അങ്ങനെ ആക്സിഡന്റലി ജർമ്മനിയിൽ എത്തി. ഏത് കോഴ്സ്, ഏത് യൂണിവേഴ്സിറ്റി? ഞാൻ ഗെയ്സ്ലിംഗിൽ സസ്റ്റൈനബിൾ മൊബിലിറ്റി എന്ന് പറഞ്ഞൊരു കോഴ്സായിരുന്നു ആദ്യം എടുത്തു പോയത്. പറഞ്ഞ പോലെ പബ്ലിക് യൂണിവേഴ്സിറ്റി തന്നെ. അതായത് ഏതെങ്കിലും ഒരു കോഴ്സ് കിട്ടിയാൽ മതി എന്നുള്ള രീതിക്കാണ് ഞാൻ ആദ്യം പോയത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തു, ഇത് അവിടെ കിട്ടി. പക്ഷെ അതെന്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരുന്നില്ല. കമ്പ്യൂട്ടർ സയൻസ് ആണ് അല്ലേ ഇവിടെ പഠിച്ചത്? അപ്പൊ സസ്റ്റൈനബിൾ മൊബിലിറ്റി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇലക്ട്രിക് വെഹിക്കിൾ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വികസനം, അതായത് കുറച്ച് ഇത് എഞ്ചിനീയറിംഗ് സൈഡല്ല, ഇതൊരു മാനേജ്മെന്റ് സൈഡാണ് ഈ സസ്റ്റൈനബിൾ മൊബിലിറ്റി വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് ലാംഗ്വേജ് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ്. എനിക്ക് തോന്നുന്നു ആ കോഴ്സ് അടുത്ത കൊല്ലം ഡിസ്കണ്ടിന്യൂ ചെയ്യും. കാരണം അത് പഠിച്ച ആർക്കും അധികം ജോലി കിട്ടിയിട്ടില്ല തോന്നുന്നു. വേറെ ഫീൽഡിലേക്കൊക്കെ മാറുന്ന ഒരു ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു അവിടുന്ന്. അപ്പം ഞങ്ങൾ 2 പേരും കൂടി ഇനി വേറെ കോഴ്സ് സ്വിച്ച് ചെയ്തു. നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ജർമ്മനിയിൽ ഏത് കോഴ്സ് എടുത്ത് പോയാലും നമുക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് സെയിം യൂണിവേഴ്സിറ്റി തന്നെ ആവണമെന്നോ? അങ്ങനെ സെയിം യൂണിവേഴ്സിറ്റിയിലും വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ യൂണിവേഴ്സിറ്റി വേറെ കോഴ്സ് നമുക്ക് സ്വിച്ച് ചെയ്യാം. കാരണം പബ്ലിക് യൂണിവേഴ്സിറ്റി ആണല്ലോ, വേറെ എക്സ്ട്രാ ഫീസ് വരുന്നില്ലല്ലോ. അതാണ് ഇതിൽ ഹൈലൈറ്റ്. നമുക്ക് വലിയൊരു ബാധ്യത ഇല്ല പോവാനായിട്ട്. അല്ല, നിങ്ങൾക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് അറേഞ്ച് ചെയ്യേണ്ടി വന്നു. ബ്ലോക്ക്ഡ് അക്കൗണ്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് എണ്ണം, പക്ഷെ പഠിക്കാനായിട്ട് വലിയ ചിലവും പബ്ലിക് യൂണിവേഴ്സിറ്റീസിലില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഈ ഒരു ഫ്രീ എഡ്യൂക്കേഷൻ തന്നെയാണ് നോക്കുന്നത്. കാരണം ഈ UK കാനഡ ആയാലും മറ്റേ ട്രഡീഷണൽ സെറ്റ് ഓഫ് കൺട്രീസിൽ അറിയാലോ, ഒരു മിനിമം 15 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം ഒക്കെ ഫീസ് കൊടുത്തിട്ട് പ്ലസ് ലിവിങ് എക്സ്പെൻസ് വേറെ. അതെ, അപ്പോ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ശരിക്കും ഒരു സ്റ്റീൽ ഡീൽ ആണല്ലോ. യൂറോപ്പ് പിന്നെ ആ ഒരു ഓപ്പർച്യൂണിറ്റിയും ക്വാളിറ്റി ഒക്കെ ഏകദേശം സെയിം ആണ്. പക്ഷെ ഈ കോഴ്സ് അതാണ് ചിലർക്ക് എനിക്ക് തോന്നുന്നു അധികം വലിയൊരു ക്ലാരിറ്റി ഇല്ല. അതായത് എവിടെയെങ്കിലും കിട്ടിയാൽ മതി പബ്ലിക്, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ പറയും നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് കിട്ടൂ ഒന്ന്. ഇനി അത് കിട്ടിയാൽ തന്നെ അതിൻ്റെ ഒരു സാധ്യതയും നമ്മൾ നോക്കണം അല്ലേ, അത്യാവശ്യം. സോ സസ്റ്റൈനബിൾ മൊബിലിറ്റി അങ്ങനെ അത് സ്വിച്ച് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ പിന്നെ ഏത് കോഴ്സ് യൂണിവേഴ്സിറ്റി എടുത്തു? ഞാൻ പിന്നെ ബെർലിനിൽ ആഡൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ MSc ഇൻ പ്രൊജക്ട് മാനേജ്മെന്റ് എടുത്തു. ഒരു മാനേജ്മെന്റ് ഫീൽഡ് ആ ഒരു രീതിയിലേക്ക് ഞാൻ സ്വിച്ച് ചെയ്തു. ഇപ്പോൾ ഞാൻ ഏകദേശം അത് ഫിനിഷ് ചെയ്യാറായി. ഇപ്പോൾ തീസിസ് പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. കോഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തു? അപ്പോൾ കോഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തില്ല, നമുക്കിവിടെ സെമസ്റ്റർ ബ്രേക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ജർമ്മനിയിൽ. അതായത് നമുക്ക് 1 ഇയർ ബ്രേക്ക് എടുക്കാൻ പറ്റും. 1 ഇയർ എടുക്കാം ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റിയിലും, അത് പ്രൈവറ്റ് ആയിക്കോട്ടെ പബ്ലിക് ആയിക്കോട്ടെ, 1 ഇയർ നമുക്ക് ബ്രേക്ക് എടുക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും എൻറോൾ ചെയ്താൽ മതി, എക്സാം രജിസ്റ്റർ ചെയ്താൽ മതി. നമുക്ക് അങ്ങനെയൊക്കെ കോഴ്സ് കുറച്ചുകൂടെ സാവകാശം, നമുക്ക് ടൈം ഉണ്ട്, ടൈം എടുത്ത് നമുക്ക് ഫിനിഷ് ചെയ്യാം. ചില കൺട്രീസിലൊന്നും ഇത് പോസിബിളേ അല്ല, അറിയാലോ. അതായത് ആ ഒരു ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ ആ ടൈം പീരീഡിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഡിപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്സ് ഒക്കെ. ജർമ്മനി കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ് ഈ കാര്യത്തിൽ. അപ്പൊ അത് പബ്ലിക്കിൽ മാത്രമല്ല പ്രൈവറ്റിലും പോസിബിൾ ആണ് അല്ലേ? ഓക്കെ, ജസ്റ്റ് ഒരു റീസൺ, അതായത് ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഞാൻ ഈ ഒരു സെമസ്റ്റർ ചെയ്യാൻ ഞാൻ വില്ലിങ് അല്ല, ഞാൻ മെന്റലി ഓക്കെ അല്ല എന്ന് പറയുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ്. മെന്റൽ ഹെൽത്തിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്ന നമ്മളുടെ 1-2 സ്റ്റുഡൻസ് ജർമ്മൻ പഠിക്കണം അങ്ങനെ ഒരു റീസൺ കാണിച്ചിട്ട് പബ്ലിക്കിലായിരുന്നു അവര്. അവരെന്ത് ശരിക്കും ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാനായിട്ട് ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റിയും അക്സെപ്റ്റ് ചെയ്യും അല്ലേ? ഓക്കെ, അപ്പോ അങ്ങനെ ബ്രേക്ക് എടുത്തിട്ട് എന്ത് ചെയ്തു? ബ്രേക്ക് എടുത്തിട്ട് ഞാൻ വർക്ക് ചെയ്തു. അത്യാവശ്യം ഒന്ന് സേവിങ്സ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തല്ലേ? വന്നതിന്റെ ഒക്കെ ഒരു ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്തത്.
അത് ഞാനൊരു ആദ്യത്തെ ഒരു 1 year കൊണ്ട് തന്നെ ബ്രേക്കിൽ ആമസോണിലൊക്കെ വർക്ക് ചെയ്ത്. അതാണ് ആമസോൺ റീൽസ് ഏറ്റവും എന്താ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന റീൽസ് അല്ലേ? ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത്. ഞാൻ 3 വർഷം ആമസോണിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. 3 വർഷം എന്ന് പറഞ്ഞാൽ 3 വർഷം കണ്ടിന്യൂസ് അല്ല, ആ പീക്ക് ടൈമിൽ മാത്രം ഞാൻ വർക്ക് ചെയ്യും. ഞങ്ങൾ എല്ലാവരും കൂടി ഏതെങ്കിലും ആമസോണിൽ അത്യാവശ്യം നല്ലൊരു പേ ഉണ്ട്. എങ്ങനെയാ വരുന്നത്? പെർ അവർ നമുക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ €18 പെർ അവർ പ്ലസ് വേറെ നൈറ്റ് അലവൻസ് കൂടി കിട്ടും. മനസ്സിലായി. ഡേ ആണെങ്കിലോ? ഡേ ആണെന്നുണ്ടെങ്കിൽ 13 to 14. ഇപ്പൊ 14 ആയി. ബേസിക് പേ 2026 കഴിഞ്ഞ 13 പോയിന്റ് സംതിങ് ആയിരുന്നു. 14 തന്നെ അതുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് വേറെ UP അൺപ്രൊഡക്റ്റീവ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ലീവുകളും പെയ്ഡ് ലീവുകളും ആമസോണും കിട്ടും. പിന്നെ സീസണലാണ്, അതായത് എല്ലാതും വർക്ക് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരു 3 മാസം മാത്രമേ ആമസോണിൽ വർക്ക് ചെയ്യുള്ളൂ. അതായത് ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി വിന്റർ പീക്ക് ടൈമിലായിരിക്കും ഞങ്ങൾ സ്റ്റുഡൻസ് കൂടുതലും അപ്ലൈ ചെയ്ത് വർക്ക് ചെയ്യുന്നത്. അതും ഓരോ വെയർ ഹൗസിലും ഓരോ ബോണസ് ആയിരിക്കും. €1500. അതാണ് വേറെ നമ്മുടെ ഒരു ബോണസ് ആണ് ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഈ ബോണസ് ശരിക്കും അവർ എന്തിനാ തരുന്നത്? അതായത് എന്താണ് വിന്റർ ബോണസ്? പീക്ക് ടൈമിലുള്ള വിന്റർ ബോണസ് ഫണ്ട് ഏറ്റവും ഹയസ്റ്റ് €3000 ആണ്. ഏകദേശം 3 ലക്ഷം രൂപ വെറുതെ കിട്ടുക ഒരു ജോലിക്ക് പോയി. അത് സാലറി പ്ലസ് എല്ലാം കഴിഞ്ഞ് ഫെബ്രുവരിയിൽ €3000 കിട്ടും. അപ്പൊ തന്നെ ടിക്കറ്റ് എടുക്കും, നാട്ടിലേക്ക് പോരും. ഞങ്ങൾ ഗ്യാങ് മൊത്തം ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. ഇത് അപ്ലൈ ചെയ്ത് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണോ? എങ്ങനെയാ? അതായത് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം ഒരുപാട് വെയർ ഹൗസുകളുണ്ട്. ഇവര് ഈ ടൈമിൽ ഇവർക്ക് ആവശ്യമുണ്ട്. പക്ഷെ എല്ലാ വെയർ ഹൗസിലും ഈ ബോണസ് ഉണ്ടായിരുന്നില്ല. ഈ €3000 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 2-3 വെയർ ഹൗസിൽ ഉണ്ടാവുള്ളൂ. ബേസിക് ആയിട്ട് ഞങ്ങൾ ഇരുന്ന് നോക്കി എവിടെയാണെന്ന് വെച്ചാൽ അവിടേക്ക് ഞങ്ങള് പെട്ടിങ് ഇടയ്ക്ക് എടുത്ത് ഫുൾ ടീം അവിടെ പോയിട്ട് റൂമെല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ തന്നെ ആയിരിക്കും 3 മാസം. അത്യാവശ്യം ഫണ്ട്സ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റി. ആമസോണിൽ വർക്ക് ചെയ്ത് അങ്ങനെ സാലറി ആയിട്ട് തന്നെ നമുക്ക് അറൗണ്ട് ഒരു €2000 എടുത്ത് തന്നെ നമുക്ക് ഈ ഒരു സീസണിലേക്ക് മാത്രം കിട്ടി. കാരണം ഇത് വരുന്ന ഇയർ എൻഡ് ആണ്. അതായത് നമുക്ക് വർക്കിംഗ് അവേഴ്സ് വരുന്നത് 140 ഫുൾ ഡേയ്സും 280 ഹാഫ് ഡേയ്സ് ആണ് വരുന്നത്. ഞങ്ങൾ അതേവരെ അങ്ങനെ പതുക്കെ വർക്ക് ചെയ്യുള്ളൂ, അധികം ഒന്നും വർക്ക് ചെയ്യാതെ. മാക്സിമം ഇവിടെ ഫുൾ ടൈം ആയിട്ട് ഞങ്ങൾ ജോയിൻ ചെയ്യും. ആ ഒരു 3 മാസം നാട്ടിൽ വെക്കേഷൻ. പിന്നെ പക്ഷേ ഈ ഒരു വിന്റർ സമയത്തായോണ്ടേ ഇങ്ങനെ ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടുണ്ട്, ഓഫ് കോഴ്സ്. പിന്നെ ബുദ്ധിമുട്ടില്ലാതെ അതെ, ഈസി മണിയല്ല ഒരിക്കലും. ആമസോൺ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പാർട്ട് ടൈമാണ്. അത്യാവശ്യം നല്ല ജോലിയുള്ള പാർട്ട് ടൈം കൂടിയാണ്. അധ്വാനം. ഒന്നാമത് നൈറ്റ് ഷിഫ്റ്റ് ആണ്. ഹെൽത്തിന്റെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം സാക്രിഫൈസ് ചെയ്യേണ്ടി വരാറുണ്ട്. അതായത് യൂണിവേഴ്സിറ്റി നമുക്ക് കറക്റ്റ് അറ്റൻഡ് ചെയ്യാനും പറ്റില്ല. ഞങ്ങൾ ആ സമയത്തായിരിക്കും കൂടുതലും ബ്രേക്ക് കൊടുക്കുന്നത്. 6 months ആയിരിക്കും നമുക്ക് ബ്രേക്ക് എടുക്കാൻ പറ്റുന്നത്. ആദ്യം 6 months എടുക്കും, അത് കഴിഞ്ഞിട്ട് ആമസോണിന്റെ സമയമാകുമ്പോൾ വീണ്ടും 6 months എടുത്ത് അതേസമയം നാട്ടിലോട്ടും പോകും. പിന്നെ ക്ലാസ്സും വളരെ ഫ്ലെക്സിബിൾ ആണ് ജർമ്മനിയിൽ. പ്രൈവറ്റ് ആയതുകൊണ്ടല്ലേ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ്. 2 ദിവസം വീക്ക്ലി ഉള്ളൂ. എത്ര അവേഴ്സ് ഉണ്ടാവും? ഒരു 4 to 5 hours. അതിന്റെ ഒരു റീൽ ഞാൻ കണ്ടായിരുന്നു. ക്ലാസ്സിന് വേണ്ടി ബെർലിനിലേക്ക് പോകുന്നത്. അതൊരു യാത്രയാണ് അല്ലേ ക്ലാസ്സിന് പോകുന്നത്? അത് ഞാൻ പഠിക്കുന്നത് ബെർലിനാണെന്നുണ്ടെങ്കിൽ ഞാൻ ബെർലിനിൽ നിൽക്കാറില്ല. ഞാൻ സ്റ്റുട്ട്ഗാർട്ട് ഏകദേശം സ്റ്റുട്ട്ഗാർട്ടാണ് ആദ്യം ഈ പറഞ്ഞ പബ്ലിക് യൂണിവേഴ്സിറ്റി. എനിക്ക് ആ ഒരു ഏരിയ ഒരു ഹോം ഗ്രൗണ്ട് പോലെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സ്ഥലം. ഈ സ്റ്റുട്ട്ഗാർട്ടിലല്ലേ നമ്മുടെ മെർസിഡീസ് ബെൻസ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഇന്റേൺഷിപ്പിന് വരുന്നതും ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രികളും ഈ ബെൻസ്, BMW, പോർഷെ, ബോഷ് എല്ലാം അതുള്ളത് സ്റ്റുട്ട്ഗാർട്ടിലാണ്. പ്രോപ്പർ ഒരു ജർമ്മൻ ഫീല് കിട്ടും നമുക്ക് സ്റ്റുട്ട്ഗാർട്ടിൽ. ബെർലിനിൽ കുറെ സ്റ്റുഡൻസും എല്ലാ ആൾക്കാരും ബെർലിൻ കുറച്ചുകൂടെ കൺജസ്റ്റഡ് ആണ്. ബെർലിൻ ആകെ 3 സോണേ ഉള്ളൂ, കുറച്ചുകൂടെ കൺജസ്റ്റഡ് ആണ്. എനിക്കെന്തോ അവിടെ നിൽക്കാൻ ഇഷ്ടമല്ല. സെറ്റായി സെക്കൻഡ് ഹോം ആയി സ്റ്റുട്ട്ഗാർട്ട്. അത് ഭയങ്കര ഒരു കംഫർട്ട് സോൺ ആയി. അതായത് ഇപ്പോ പ്രോജക്ട് മാനേജ്മെന്റ് എടുത്തു. എങ്ങനെയുണ്ട് പഠിക്കാനായിട്ട്? ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഈസി അല്ല എന്തായാലും. ഒന്നുകൂടി ഈസി അല്ല. ഞാൻ ജോലി ഈസി അല്ലാന്ന് മനസ്സിലായി. പക്ഷെ പഠിക്കാനായിട്ട് ഞാൻ വിചാരിക്കായിരുന്നു പ്രൈവറ്റ് ആയിട്ട് കുറച്ചും കൂടെ കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ്. അതെ, പബ്ലിക്കിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്രൈവറ്റ് കുറച്ചുകൂടെ ഈസിയാണ്, ഫ്ലെക്സിബിൾ ആണ്. പിന്നെ കറക്റ്റ് ആ സമയത്ത് നമുക്ക് സബ്മിഷനും കാര്യങ്ങളും ചെയ്താൽ മതി. പിന്നെ ഒരുപാട് എക്സ്റ്റൻഷൻസും കാര്യങ്ങളൊക്കെ അവർ തരും. പബ്ലിക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കുറച്ച് ടഫാണ്. നമ്മൾ സ്വയം ഇന്റേൺഷിപ്പ് അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ വർക്ക് സ്റ്റുഡൻറ്റ് അപ്ലൈ ചെയ്ത് തീസിസ് അപ്ലൈ ചെയ്ത് പോകുന്നവരാണ് കൂടുതലും.
എനിക്ക് ജർമ്മനി മൊത്തം കൂടുതലും അങ്ങനെയാണ്. എങ്ങനെയാ ഈ സ്വയം അപ്ലൈ ചെയ്യുന്ന ലിങ്ക്ഡിൻ ത്രൂ ഒക്കെയാണോ? ലിങ്ക്ഡിൻ, സ്റ്റെപ്പ് സ്റ്റോൺ, 2 പ്ലാറ്റ്ഫോം തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിലൊക്കെ കിട്ടാറുണ്ടോ എല്ലാവർക്കും കിട്ടാറുണ്ട്. ഇപ്പോ ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്. എങ്ങനെ ലാംഗ്വേജ് ഒക്കെ പഠിച്ച് സെറ്റായോ? 4 വർഷമായതിന്റെ ഇപ്പോ കുറച്ച് കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണ്. ഇവിടെ പോകുന്നതിന് മുന്നേ ലെവൽ എടുത്തിട്ടുണ്ടായിരുന്നു? ഇല്ല, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് ഞാൻ IELTS പോകുന്ന സമയത്ത് ജർമ്മനിയിൽ, അതായത് വിസ റിക്വയർമെന്റ് ആയിട്ട് IELTS ഇല്ല. ഇപ്പൊ APS ആയി, IELTS ആയി, ജർമ്മൻ ലാംഗ്വേജ് ആയി. ചില കോഴ്സുകൾക്കൊക്കെ ജർമ്മൻ ലാംഗ്വേജ് ഇംഗ്ലീഷ് ടോട്ടാണ് കൂടുതലും ഉള്ളത്. എല്ലാവരും മാസ്റ്റേഴ്സ് ചെയ്യാൻ വരുന്നത് ഒരു 90% ഇംഗ്ലീഷ് ടോട്ടാണ്. അപ്പൊ ഇവിടെ ജർമ്മൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെ? ജർമ്മൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു ഇനിഷ്യൽ സമയത്തൊക്കെ? നല്ല ബുദ്ധിമുട്ടാണ്. ജർമ്മൻ ഇല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം പഠിച്ചു അതൊക്കെ ജീവിതം പഠിപ്പിക്കുകയാണല്ലോ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് വല്ല ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. ഞാൻ 2-3 ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയിട്ടുണ്ട്. ഓൺലൈനാക്കി എടുത്തിരുന്നു. ഇപ്പൊ ഞാൻ ചെറുതായിട്ട് പഠിക്കുന്നുണ്ട്. ഓൺലൈൻ തന്നെ പഠിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഇംഗ്ലീഷ് ആർക്കും അറിയില്ലേ. പക്ഷെ അതൊക്കെ ഒരു ബ്ലെസ്സിങ് ആണ്. കാരണം ജർമ്മൻ പറഞ്ഞേ പറ്റൂ. അവര് വേറെ ഒരു വഴിയില്ല അവർക്ക്. എനിക്ക് വേറെ വഴിയില്ല. വേഗം പഠിക്കും. അതായത് എനിക്ക് തോന്നുന്നു നമ്മള് ഈ ഫ്രണ്ട്ഷിപ്പ് സെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ലാംഗ്വേജ് ഒക്കെ, അതെ, വർക്ക് സ്പേസിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ലാംഗ്വേജ് പഠിക്കുന്നത്. നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാം. പക്ഷെ അങ്ങനത്തെ ഒരു വർക്ക് സ്പേസും കിട്ടണം. ഇപ്പൊ നമ്മളുടെ ഫ്രണ്ട്സ് തന്നെ ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസ് ആണെങ്കിൽ വീണ്ടും. അതെ, ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം ഞങ്ങൾ ആമസോണിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും ഒരുമിച്ചാ. അപ്പൊ നമുക്ക് ഒരു ലാംഗ്വേജും കിട്ടില്ല. ഇപ്പൊ എല്ലാവരും സ്പ്ലിറ്റ്, എല്ലാവരും വേറെ വേറെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഫുൾ ജർമ്മൻ മാത്രം. അത് ഇംഗ്ലീഷ് അറിയില്ല, അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. അറിയില്ല, എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റില്ല. നമ്മള് ഇനി അല്ലെങ്കിൽ നമ്മളവിടെ മലയാളം പഠിപ്പിക്കേണ്ടി വരും. പക്ഷെ അതൊന്നും നടക്കില്ല. അപ്പൊ അങ്ങനെ ജർമ്മൻ പഠിക്കേണ്ടി വന്നു. പഠിച്ചു. ഇപ്പൊ സെറ്റായി വരുന്നു. ഇപ്പൊ അത്യാവശ്യം കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഞാൻ വിശ്വസിക്കുന്നു. അത് കുഴപ്പമില്ല. ഏതായാലും ആ ഒരു രീതിയിൽ നമ്മളെ എന്താ രാജ്യം അങ്ങനെ ആക്കി എടുത്തു എന്ന് പറയാം. അതായത് ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്നത് ബാക്ക് സൈഡിലായിരുന്നു. ഇപ്പൊ എന്ന് പറയുന്നത് ബില്ലിംഗ് സെക്ഷനിലാണ്. അതായത് നമ്മൾ കസ്റ്റമർ ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോ അതിന്റെ ബില്ലിംഗ് സെക്ഷനിലാണ് നിൽക്കുന്നത്. ലാംഗ്വേജ് വേണം അതിന്. നാട്ടിലെവിടെയാ സ്ഥലം? എവിടെയാ പഠിച്ചത്? അതും കൂടി ഒന്ന് പറയാം. നാട്ടിൽ ഞാൻ തൃശ്ശൂരാണ് സ്ഥലം. ചേർപ്പിലാണ് എന്റെ വീട് വരുന്നത്. ഞാൻ പഠിച്ചത് ശ്രീ സി അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജ് കുട്ടനല്ലൂർ. BSc കമ്പ്യൂട്ടർ സയൻസ്. അപ്പോ എത്ര മാർക്ക് ഉണ്ടായിരുന്നു ഈ പബ്ലിക്കിൽ കിട്ടാനായിട്ട്? എനിക്കൊരു 70% ഒക്കെ. അങ്ങനെ 70 ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളിപ്പോ ഒരു പലർക്കും വിചാരം ഇപ്പോഴും അതെ, പബ്ലിക് യൂണിവേഴ്സിറ്റി കിട്ടണമെങ്കിൽ 90 വേണം, അങ്ങനെയൊക്കെയാണ്. ഇപ്പോഴും ഞാൻ പറയല്ലോ 55% അബവ് ഉള്ളവർക്കൊക്കെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലൊക്കെ കിട്ടുന്നുണ്ട്. അതും ഈ മിനിമം. അത് റിക്വയർമെന്റ് ആയതുകൊണ്ട് അത് വേണം അല്ലെ? ജർമ്മനിക്ക് അത് വേണം. എന്നാ വേറെ കൺട്രീസിന് അതും വേണ്ട. അതായത് MOI വെച്ചിട്ട് ഇപ്പൊ നമ്മൾ പോയ പോലെയൊക്കെ ഓസ്ട്രിയ ഒക്കെ നമുക്ക് അങ്ങനെ ഇപ്പോഴും ചെയ്യാൻ പറ്റും. ഞാൻ അപ്ലൈ ചെയ്ത MOI വെച്ചിട്ടാണ് 4 വർഷം മുന്നേ. റൂൾസ് ഒക്കെ മാറി. ഓരോ ഇൻടേക്ക് കഴിയുമ്പോൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഓരോ ഇപ്പൊ പറഞ്ഞില്ലേ, ആ പബ്ലിക് യൂണിവേഴ്സിറ്റി കോഴ്സ് എടുത്ത് വന്ന കോഴ്സ് തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോകാന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഒരു ഭയങ്കര ഡൈനാമിക് സിസ്റ്റം ആണല്ലേ പൊതുവെ. എന്ത് വേണമെങ്കിൽ മാറാം. അതായത് ഈ സെക്കൻഡിൽ ചിലപ്പോൾ റൂൾസ് മാറ്റും. അതായത് പ്ലാൻ ചെയ്തിട്ട് മാറില്ല, ഒരു റൂൾസ് മാറി കഴിഞ്ഞിട്ടാണ് എല്ലാവരും പറയുന്നത്. ഓക്കെ. അപ്പോ തൃശ്ശൂർ ടു ജർമ്മനി എന്ത് തോന്നുന്നു ഒരു 4 വർഷത്തെ ആ ഒരു ജേർണി കഴിഞ്ഞിട്ട്? ഫോർ മീ, എനിക്ക് എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു ഞാൻ ജർമ്മനിയിലേക്ക് പോകാന്നുള്ളത്. അതിന് ഞാൻ ഇപ്പോഴും താങ്ക്സ് പറയുന്നത് എൻ്റെ ചേട്ടയോടാണ്. പുള്ളിക്കാരൻ കൂട്ടിന് വിളിച്ചതാണ് എനിക്ക് പോവാ ജർമ്മനി, ഓക്കെ നോക്കാം. അതെന്തായാലും ഭയങ്കര സംഭവമായി പോയിട്ടാ. അതെ, അവിടെ എത്തി. ആദ്യത്തെ ഒരു വർഷം എന്നൊക്കെ പറഞ്ഞാൽ സ്ട്രഗ്ലിംഗ് ആണ്. കാരണം എനിക്ക് ജർമ്മനിയിൽ ഒരു ഫ്രണ്ട് പോലും ഇല്ല. എനിക്ക് ഒറ്റയ്ക്കാണ് പോയത്. ഇല്ല, ഒരാളുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ എനിക്ക് അക്കോമഡേഷൻ ഇല്ല. അക്കോമഡേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ അവിടെ നമുക്ക് ലീഗൽ പേപ്പർ വർക്ക്സ് ഒന്നും നടക്കില്ല. നമുക്ക് ടാക്സ് ഐഡി, ആനുവൽ ഡങ്, ടാക്സ് ഐഡി, ഒരു സിറ്റുവേഷൻ ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല. അപ്പൊ ഞാൻ 2 മാസത്തോളം അക്കോമഡേഷൻ ഇല്ലാണ്ട് വരെ നിന്നിട്ടുണ്ട് അവിടെ ഫ്രണ്ട്സിന്റെ കൂടെ. കാരണം റൂം കിട്ടാത്തൊരവസ്ഥ, അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ പാർട്ട് ടൈം ജോബ് പോയിട്ട് അത് സാലറി കിട്ടാനൊക്കെ
പിന്നെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് റിലീസ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് വേണം. അതെല്ലാം ലിങ്ക്ഡ് ആണ്. നമ്മുടെ നാട്ടിലെ ഒരു ആധാർ കാർഡ് പോലെയാണ് സിറ്റി രജിസ്ട്രേഷൻ. അതില്ലാണ്ട് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്യാവശ്യം പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാണ്ട് ഇത് പോകരുത് ഞാൻ സ്റ്റുഡൻസിനോട് പറയുക. നമ്മൾ തന്നെ അപ്ലൈ ചെയ്തല്ലേ പോയത്. അപ്പോൾ ഇപ്പോൾ പലരും ഏജൻസികൾ ഒരുപാട് കോൾ ഔട്ട് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി സ്കാം ഏജൻസീസിന് എല്ലാവരും അത് കോൾ ഔട്ട് ചെയ്യാൻ തന്നെ വേണം. പക്ഷേ ലൈക്ക് വി ട്രൈ അവർ ബെസ്റ്റ് ടു ഗിവ് മാക്സിമം ഇൻഫർമേഷൻ. ഇപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റ് സീരീസിന് അതിൻ്റെ ഒരു തെളിവാണ്. ഇപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തോരം കാര്യങ്ങൾ പറഞ്ഞു, ഓരോ സ്ട്രഗിൾസ് എന്തോരം മെൻഷൻ ചെയ്തു. പക്ഷേ പലരും അതൊന്നും പറയാറില്ല. നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബ് സെറ്റ്, പഠിക്കാനൊക്കെ എളുപ്പമാണ്, അങ്ങനത്തെ ഓരോന്നൊക്കെ പറയും. പിന്നെ വേറെ സംഭവം ഫ്രീ എഡ്യൂക്കേഷൻ ആണല്ലോ. അപ്പൊ ആരും ലിവിങ് എക്സ്പെൻസിന്റെ റിയാലിറ്റി ഒന്നും പറയില്ല. ലിവിങ് എക്സ്പെൻസ് നമ്മൾ തന്നെ കണ്ടെത്തണ്ടേ, അല്ലാണ്ട് ആരും ഒന്നും കൊണ്ടുതരാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ പറയും നിങ്ങളൊരു മിനിമം 1 lakh എങ്കിലും നിങ്ങൾ റിസർവ് ഫണ്ട് കൊണ്ടുപോകുമ്പോ തന്നെ വേണം. അല്ല ഫ്രീ എഡ്യൂക്കേഷൻ അല്ലേ, പിന്നെ പാർട്ട് ടൈം കിട്ടില്ലേ. പക്ഷെ നമ്മൾ പറയും നിങ്ങൾ മാക്സിമം അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ ഓരോ സ്റ്റുഡൻസിന്റെ റീൽസ് കാണാറുണ്ട് ഞാൻ. അതായത് ഒരു 19 ഇന്റർവ്യൂവിന് പോയിട്ടാണ് ഒരു സ്ഥലത്ത് കിട്ടുന്നത്. അപ്പോ അതിനുള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിലല്ലേ അത് കിട്ടുള്ളൂ. പിന്നെ ഞാനൊക്കെ 2 മാസം വെറുതെ ഇരുന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും 3-4 മാസമൊക്കെ ആയിട്ട് വെറുതെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ട്രൈ ചെയ്യുന്നവർക്ക് കിട്ടുന്നുണ്ട്. അതാ പറഞ്ഞെ, ആ ഒരു ഞാൻ റീല് കണ്ടത് ഒരു കുട്ടി 50 സ്ഥലത്തേക്ക് പോയിട്ടാണ് ആൾക്ക് ഒരു ഇന്റർവ്യൂ സെറ്റായത്. അതും എനിക്ക് തോന്നുന്നു ഏതോ മെഗ്ഡിയിലോ എങ്ങോ സെറ്റായി. സോ ആ ഒരു വില്ലിങ്നെസ് ഉണ്ടല്ലോ, പോയി എനിക്കിവിടെ ജോലി ഉണ്ടോ അങ്ങനെ ചോദിക്കാനും വേണം നമുക്കൊരു ധൈര്യം അല്ലേ. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ നാട്ടിൽ, അങ്ങനെ നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ലല്ലോ. എങ്ങനെയാണ് ആ ഒരു ജോലിക്ക് ഇറങ്ങാനുള്ള ഒരു മൈൻഡ് ഒക്കെ ഉണ്ടായത്? എന്റെ കാര്യത്തിൽ ഞാൻ ഓൾമോസ്റ്റ് അത്യാവശ്യം ജർമ്മനിയിൽ കിട്ടാവുന്ന എല്ലാ പാർട്ട് ടൈമും ചെയ്തിട്ടുണ്ട്. ഡെലിവറി ജോബ് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ആമസോൺ ചെയ്തിട്ടുണ്ട്, വേറെ ഹൗസ് ചെയ്തിട്ടുണ്ട്, ഹൈവില് ഗ്യാസ്ട്രോണമി ഫീൽഡിൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലായിടത്തും ഞാൻ ചെയ്തിട്ടുണ്ട്, എല്ലാം പറ്റി നോക്കി. ഇപ്പൊ വന്ന് നിൽക്കുന്നത് ഒരു നല്ലൊരു പാർട്ട് ടൈമാണ്. ഞാൻ ഒരു കംഫർട്ട് സോൺ പോലത്തെ ഒരു പാർട്ട് ടൈമിലാണ് നിൽക്കുന്നത്. ഞാൻ ആദ്യത്തെ പാർട്ട് ടൈം കിട്ടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ എവിടെന്നെങ്കിലും കണ്ടുപിടിച്ച് ആരെങ്കിലും ഒക്കെ വഴി എങ്ങനെയും കണ്ടുപിടിച്ച് കയറും. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനാണെന്നുണ്ടെങ്കിലും ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഞാൻ എപ്പോഴാണെന്നുണ്ടെങ്കിലും എൻ്റെ ഇൻസ്റ്റയിൽ എല്ലായിടത്തും എവിടെ വേക്കൻസി ഉണ്ടോ അവിടെയൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാം. കാരണം എനിക്കറിയാം സ്ട്രഗിൾ എന്താണെന്ന്. കാരണം റെന്റ്, ഇൻഷുറൻസ് ഇതൊക്കെ ഇതിൽ നിന്ന് വേണം നമുക്ക് പോവാൻ വേണ്ടിയിട്ട്. മനസ്സിലായി. ജർമ്മൻ കമ്പനി അല്ലേ ഇപ്പൊ വർക്ക് ചെയ്യുന്നത്? അതെ, ബേക്കറി ക്യാമ്പ്സ് എന്ന് പറയും. അതായത് SSP എന്ന് പറയുന്ന ഒരു ഫിർമയാണ്. ഒരു എനിക്ക് തോന്നുന്നു വേൾഡ് വൈഡ് മൊത്തം SSP ഉണ്ട്. ഒരു അണ്ടറിൽ ക്യാമ്പ്സ്, സ്റ്റാർബക്സ് ഇവരൊക്കെ ഉണ്ട്. അതിൽ ക്യാമ്പ്സ് എന്ന് പറഞ്ഞൊരു ബേക്കറിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ജർമ്മൻസ് നമ്മളുടെ അടുത്തുള്ള ഒരു ഡീലിംഗ് പൊതുവെ? അതായത് ഒരുപാട് പേര് ചിലപ്പോൾ മോശ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഈ 4 വർഷത്തിനിടയിൽ എനിക്ക് ഇതുവരെ ഒരു മോശം അനുഭവം ഒരു ജർമ്മൻസിന്റെ കയ്യിൽ നിന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു അവർ വളരെ വെൽക്കമിങ് ആണ്, ഫ്രണ്ട്ലി ആണ്. എല്ലാവരും അത്യാവശ്യം നല്ലൊരു കമ്പനി ആയിട്ട്. അതെ, എന്റെ ആ ഒരു വർക്ക് സ്പേസിലാണെന്നുണ്ടെങ്കിലും എനിക്ക് നല്ലൊരു ഹെൽപ്ഫുൾ ആണ്. നമ്മളിപ്പോ ചില വാക്കൊക്കെ ഒന്ന് തെറ്റിച്ചു പറഞ്ഞു വിചാരിക്കാം. അപ്പൊ എന്താണ് റിയാക്ഷൻ? തിരുത്തി തരും നമുക്ക്. അവർക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ സ്റ്റുഡൻസിന് ഒരു പ്രത്യേക റെസ്പെക്ട് എല്ലാവരും കൊടുക്കുന്നുണ്ട് ജർമ്മനിയിൽ. എനിക്ക് തോന്നുന്നു അവർ എന്തോ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് പഠിക്കാനായിട്ട് വരുന്നു. അപ്പൊ ഇവർക്ക് ഇഷ്ടമാണ് ഇന്ത്യയിൽ എന്തിനാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, അതൊക്കെ അറിയാൻ അവർക്ക് ഇഷ്ടമാണ്. അവർ കുറച്ചുകൂടെ റെസ്പെക്ട് എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസിന് തരുന്നുണ്ട്. അത് ഒരു ഡിപ്പെൻസ് ഓൺ ഏരിയ ആണ് കേട്ടോ. ചിലപ്പോൾ ബെർലിന് ചിലപ്പോൾ റെസ്പെക്ട് കിട്ടിയതൊന്നും വരില്ല. എനിക്ക് സ്റ്റുഡ്ഗാർട്ട് ഇപ്പോൾ ഹോഫ് കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ആ വർക്ക് സ്പേസിലാണെന്നുണ്ടെങ്കിലും അവർ നന്നായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യും. അവർക്ക് നമ്മുടെ ഫുഡുകൾ ഇഷ്ടമാണ്. ജർമ്മൻസിന് ഈ ബട്ടർ ചിക്കൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒട്ടും പറ്റില്ല. അവിടെ എവിടെ പോയാലും അങ്ങനെ നമുക്ക് കിട്ടുള്ളൂ. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പോയാലും ഇവർ ഈ ബട്ടർ ചിക്കൻ, ഇവർക്ക് മസാല ദോശ, അവർ നമ്മുടെ ഫുഡ് കൾച്ചറിന് അവർക്ക് ഇഷ്ടമാണ്. പിന്നെ നമ്മളെ കുറച്ച് റിച്വൽ പരിപാടികളൊക്കെ അവർക്ക് അറിയാൻ ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഓപ്പൺ ആണ്, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് നല്ലൊരു വൈബാണ്. ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ടീമായിട്ട് നിങ്ങൾ ഈ ഫുട്ബോളോ അങ്ങനെയൊക്കെ ഫുട്ബോൾ കളിക്കാനൊക്കെ. അപ്പൊ അത് എങ്ങനെയാ, ഈ ഇന്റർനാഷണൽസ് ഒക്കെ വരാറുണ്ടോ? ഞാൻ ഇന്റർനാഷണൽസ് ഫുട്ബോൾ കളിക്കാൻ പോകാറുണ്ട്. നമുക്ക് ഇഷ്ടമാണല്ലോ ഫുട്ബോൾ. പിന്നെ ജർമ്മനി ഓഫ് കോഴ്സ് ഫുട്ബോളിന്റെ പിന്നെ സ്റ്റുട്ട്ഗാർട്ട് FC എന്നൊക്കെ പറയുന്നത് വലിയൊരു ക്ലബ്ബാണ്. ബുണ്ടസ്ലീഗയിലുള്ള വലിയൊരു ക്ലബ്ബാണ്. ഇവര്
ഫുട്ബോൾ ഇവർക്കൊരു പ്രാന്ത് തന്നെയാണ്. ഈവൻ നമ്മളെ കേരളത്തിലും ഒന്നും പറയണ്ടല്ലോ, നമുക്ക് ഏറ്റവും ക്രിക്കറ്റിനേലും കൂടുതൽ ഇവിടെ ആൾക്കാർക്ക് ഫുട്ബോൾ. എനിക്ക് ക്രിക്കറ്റ് ഒന്നും അറിയില്ല. ഫുട്ബോൾ, വോളിബോൾ, ഞാൻ വോളിബോളും കളിക്കാറുണ്ട്. ഞാനിപ്പോ നിൽക്കുന്നത് ഒരു സ്റ്റുഡന്റ് ഹോമിലാണ്. എല്ലാവരും സ്റ്റുഡൻസ് ആണ്. അവിടെ നമുക്ക് ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്, വോളിബോൾ എല്ലാത്തും നമുക്ക് ആക്സസ് ഉണ്ട്. അതൊക്കെ ഒരു നൈസ് പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു ഫെസിലിറ്റീസും ഭയങ്കര അടിപൊളിയാണ്. സ്പോർട്സിന്റെ കേസിൽ ഇപ്പൊ നമ്മൾ അത് ഞാൻ എനിക്ക് റീൽ ചെയ്തിട്ടുണ്ട്. എന്ത് രീതി അടിപൊളിയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഫുട്ബോൾ അത് ട്രാക്കും അതന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അവിടെ പോയിട്ട് ഒന്ന് ഫുട്ബോൾ കളിക്കാൻ തോന്നും. മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവർ നന്നായിട്ട്. നമ്മളെല്ലാവരും ഇവിടെ എനിക്ക് തോന്നുന്നു എല്ലാവരും എന്തൊക്കെ ഉണ്ടാക്കി വെക്കും, പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യില്ല. പക്ഷെ അവർ അടിപൊളിയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് കണ്ട് പഠിക്കണം. അപ്പൊ നമ്മുടെ നാട്ടിലൊരു സ്പോർട്സ് ഒന്നുകൂടെ ഒന്ന് വളരും. കാരണം നമ്മുടെ ഇഷ്ടം പോലെ അടിപൊളി ഫുട്ബോൾ പ്ലേയേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിലും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു എബ്രോഡ് എക്സ്പീരിയൻസ് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യോ? എനിക്ക് ഓരോരുത്തരുടെ കേസ് പൊതുവെ പറയുകയാണെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു യങ്സ്റ്റേഴ്സിന് ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് എക്സ്പീരിയൻസ് റെക്കമെൻഡ് ചെയ്യോ? ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം എന്തുകൊണ്ട്? അൾട്ടിമേറ്റ് ഒരു ഫ്രീഡം നമുക്ക് അവിടെ ഉണ്ട്. പിന്നെ ആളുകൾ എന്ത് വിചാരിക്കും അതന്നെ, അത് അവിടെ ഇല്ല. അത് നമുക്ക് അത് ഭയങ്കര ഒരു സംഭവമാണ് ശരിക്കും. നമ്മൾ തന്നെ നമ്മുടെ കാര്യം നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ഇപ്പൊ ഞാനിപ്പോ നാട്ടിൽ വന്നാൽ തന്നെ ജസ്റ്റ് ഒരു എവിടേക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്യും, ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിക്കും. പക്ഷെ ഇവിടെ നമ്മൾ പോയാലേ കാര്യം നടക്കുള്ളൂ. അപ്പൊ എനിക്ക് തന്നെ വളരെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ അവിടെ. ഇപ്പൊ ഏതൊരു സിനിമയിലും ബേസിൽ പറയില്ലേ, നമ്മൾ എവിടെ കൊണ്ടുവന്നിട്ടാലും നമ്മൾ ജീവിക്കും. ആ സെൽഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ സംഭവം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു പുറത്ത് പോയി പഠിച്ചാൽ തന്നെയാണ് ആ കൾച്ചറായിട്ട് അഡാപ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇതിലേക്ക് നമ്മൾ വരുന്നുള്ളൂ. അതെ, പിന്നെ ഒരു ഹൈജീൻ ലെവലിലേക്ക് ആണെന്നുണ്ടെങ്കിലും നല്ലൊരു ചേഞ്ച് നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യും. അതെ, പിന്നെ ഇവര് നന്നായിട്ട് റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. എവിടെ ചെന്നിട്ടാണെന്നുണ്ടെങ്കിലും അത് നമ്മളിലേക്കും വരും. ഒരു സോറി താങ്ക് യു ഒക്കെ അളവ് കൂടും. പിന്നെ മറ്റുള്ളവർക്ക് ഡോർ തുറന്നു കൊടുക്കുക, അവർക്ക് ഇരിക്കാൻ അല്ലെങ്കിൽ നിൽക്കാൻ സ്ഥലം കൊടുക്കുക, സ്പേസ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ എന്തൊരു ഫുഡ് കഴിച്ചപ്പോ എന്തൊരു ലേസ് മേടിച്ച് കഴിച്ചു, ആ ലേസിന്റെ പാക്കറ്റ് നമ്മൾ നിലത്തിടാൻ നമുക്ക് തോന്നില്ല, ഒരിക്കലും. അത് ഞാൻ നിലത്തിടാൻ ഇവിടെ വേസ്റ്റ് ബിൻ ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോക്കറ്റിലാക്കിയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഇടും. അത് വലിയൊരു ചേഞ്ച് ആണ് ശരിക്കും പറഞ്ഞാൽ. അത് യൂറോപ്യൻ കൾച്ചറാണ്. അതായത് വേസ്റ്റ് നമുക്ക് 3 ടൈപ്പ് വേസ്റ്റ് ഉണ്ട്. ആ വേസ്റ്റ് നമ്മൾ സോർട്ട് ചെയ്തിട്ട് ഇടാനുള്ള ആ ഒരു പേഷ്യൻസ് നമ്മൾ അവിടെ നിന്ന് പഠിച്ചു എന്നുള്ളതാണ്. അത് എനിക്ക് വലിയൊരു ചേഞ്ചാണ്. അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളവിടെ ഇപ്പോൾ ഈ ഒരു ട്രാവൽ ചെയ്യുമ്പോൾ ഇപ്പോൾ പല കൺട്രീസ് ഇൻ യൂറോപ്പ് തന്നെ എല്ലായിടത്തും ഒരേപോലെ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷണൽ ആണ്. സോ നൗ കമ്മിങ് ടു യൂറോപ്പ്, ഷെങ്കൻ വിസയാണ്. 29 രാജ്യങ്ങൾ സഞ്ചരിക്കാനുള്ളൊരു വിസയാണ്. എങ്ങോട്ടൊക്കെ പോയി, എങ്ങനെയായിരുന്നു ആ ഒരു ഹോൾ ട്രാവൽ എക്സ്പീരിയൻസ്? അത്യാവശ്യം കുറച്ച് ട്രാവൽ ചെയ്തു. സ്പെയിൻ പോയി, ആംസ്റ്റർഡാം പോയി, പാരീസ് 2 വട്ടം പോയി, റീസെന്റ് പോയി, പിന്നെ ലക്സംബർഗ് പോയി, പിന്നെ പ്രാഗ് പോയി, ചെക്ക് റിപ്പബ്ലിക് പ്രാഗ് പോയി, പോളണ്ട് പോയി. കുറച്ച് സ്ഥലങ്ങൾക്ക്. അതായത് നമുക്കിപ്പോ തൃശ്ശൂരിൽ നിന്ന് മൂന്നാർ പോണ ദൂരേ ഉള്ളൂ. ശരിയാണല്ലോ അല്ലേ? അതൊരു IC ട്രെയിൻ പിടിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഒരു 5 hours നമുക്ക് സ്ഥലത്ത് എല്ലായിടത്തും എത്താൻ പറ്റും. പിന്നെ ജർമ്മനി എന്ന് പറയുന്നത് ഓസ്ട്രിയ, പോളണ്ട്, സ്വിറ്റ്സർലാൻഡ്, പ്രാഗിന്റെ ഒക്കെ ബോർഡറാണ് വരുന്നത്. എവിടെ വേണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാം. നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ പോയിട്ട് സുഖമായിട്ട് വരാൻ പറ്റും. പൈസ ഉണ്ടെങ്കിൽ പോയി വരാതല്ലേ? വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ല ഇവിടെ പോയി വരാനായിട്ട്. സ്റ്റുഡന്റ് അങ്ങനെ എന്തെങ്കിലും അലവൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്? സ്റ്റുഡന്റ് അലവൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് ഉണ്ട്. ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റിൽ നമുക്ക് എല്ലാത്തിന്റെയും ബോർഡർ വരെ നമുക്ക് ട്രാവൽ ചെയ്യാം. അവിടെ നിന്ന് അവിടെ ഇപ്പൊ ലക്സംബർഗ് പോകണമെന്നുണ്ടെങ്കിൽ ട്രാവൽ എക്സ്പെൻസ് പോലും ഇല്ല. അവിടെ ഫ്രീ ട്രാവലാണ് അവിടെ. ലക്സംബർഗിന്റെ ഉള്ളിൽ ആർക്കും ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. എനിക്ക് തോന്നുന്നു 0 ബഡ്ജറ്റിൽ വേണമെങ്കിൽ പോയിട്ട് വരാൻ പറ്റും. ഈ ജർമ്മനി അല്ലാതെ ഇപ്പൊ ഈ രാജ്യങ്ങളിലൊക്കെ പോയല്ലോ, എവിടെയാണ് ഏറ്റവും ഇഷ്ടമായത്? എനിക്ക് ബാഴ്സലോണ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മെസ്സി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഇഷ്ടമാണ് ആ പുള്ളിക്കാരനോട്. പുള്ളിക്കാരൻ ക്യാമ്പ് നൗ, ആ സ്റ്റേഡിയം, അവിടെ ഉള്ളിൽ പോയിട്ട് ആളുടെ ഗോൾഡൻ ബൂട്ടിന്റെ ഒരു റെപ്ലിക്ക, അതെനിക്ക് ഇപ്പോഴും സ്പെയിൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പ്രാഗ് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. പാരീസ് എനിക്ക് ഇഷ്ടമാണ്. പാരീസിന്റെ ആ ഒരു ഏരിയ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമാണ്. വൈഡാണ്. അവർക്ക് ഇവര്
ആർക്കിടെക്ചർ ഭയങ്കര ഇഷ്ടമാണ്. ആ ബിൽഡിങ്ങുകൾ ഓരോ രാജ്യത്തും ഓരോ രീതിക്കാണ് ഇവര്. അത് എത്ര കൊല്ലം മുമ്പ് ഒരു എഞ്ചിനീയേഴ്സിന്റെ സ്ഥലമാണല്ലോ ജർമ്മനി. അത് പ്രിസർവും ചെയ്യണം. ഈ പറഞ്ഞ മെയിൻ്റനൻസ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. അത് വളരെ ക്ലീൻ ആയിട്ട് ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എവിടെ പോയാലും. അപ്പോൾ പഠിക്കാനായിട്ട് എത്തി, അങ്ങനെ അവിടെ ഒരു സാമ്രാജ്യം തന്നെ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നു. സ്ലോലി അറ്റ്ലീസ്റ്റ് ഇൻ ടേംസ് ഓഫ് എന്താ പറയുക സോഷ്യൽ മീഡിയ ആ ഒരു ഗ്രോത്ത് ഉണ്ടായില്ലേ. അതായത് ജർമ്മനിയിൽ വന്നുകൊണ്ടാണല്ലോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റിയത്. എങ്ങനെ തോന്നി ഈ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ? അതായത് ഇപ്പൊ ജർമ്മനിയിൽ ഒരു സ്റ്റുഡന്റ് ലൈഫ് കാണിച്ചുകൊണ്ടായിരുന്നല്ലോ തുടങ്ങിയത് അല്ലേ? അപ്പൊ അത് എങ്ങനെയായിരുന്നു ആൾക്കാരുടെ റിയാക്ഷൻ ഇനിഷ്യലി? എനിക്ക് തോന്നുന്നു എനിക്ക് ആരെങ്കിലൊക്കെ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ കീർത്തന പറയുന്ന പോലെ തന്നെ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് റിലേറ്റബിൾ ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒന്നാമത് ഇങ്ങനെ വളരെ ഫോർമലായിട്ട് സംസാരിക്കാൻ അറിയില്ല. ഞാൻ എന്താണോ ചെയ്യുന്നത് അത് തന്നെ എനിക്കൊന്ന് ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു പ്രോസസ് ഞാൻ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്. അതായത് ആളുകളിലേക്ക് ഈ ഒരു വീഡിയോസൊക്കെ എത്തിക്കാൻ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ പറഞ്ഞ പോലെ പാർട്ട് ടൈം കുക്കിംഗ്, ക്ലീനിങ്, ഇതിനിടയിൽ ഞാൻ ഈ എഡിറ്റിങ്ങിനും ഇതിനൊക്കെ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇപ്പം പല ടൈപ്പ് വീഡിയോസ് ഇടാറുണ്ടല്ലോ. ഒന്ന് അവിടുത്തെ സ്റ്റുഡൻറ് ലൈഫ്, പിന്നെ പാർട്ട് ടൈമിൻ്റെ ലൈഫ്, ട്രാവൽ എക്സ്പീരിയൻസസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നു ഈ പാർട്ട് ടൈമിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ടാവും. അപ്പോൾ എന്താണ് അവരോടൊക്കെ പറയാനുള്ളത്? എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഒന്നുകൂടെ ട്രൈ ചെയ്താൽ കിട്ടും. ഞാൻ പറയുന്നത് ജർമ്മനിയിൽ ഒന്നാമത് പോപ്പുലേഷൻ വളരെ കുറവാണ്. ഇവർക്ക് ആവശ്യമുണ്ട്, നമുക്ക് ജോലിക്കാരെ നമുക്ക് ആവശ്യമുണ്ട്. നമ്മളെങ്ങനെ ട്രൈ ചെയ്യുന്നു എന്നുള്ളതിലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ജോലി കിട്ടിയില്ല അപ്പോൾ ഇവന് കിട്ടില്ല എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയിൽ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. അതായത് അവന് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ജോലി കിട്ടും. പ്ലസ് ഇപ്പോൾ കുറച്ച് ലാംഗ്വേജ് കൂടി പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഹൈ പ്രയോറിറ്റിയാണ്, നമുക്ക് സ്റ്റുഡൻസിന് ജോബ്സ് കിട്ടും. പിന്നെ ഡിപ്പെൻഡ്സ് ഓൺ ഓരോ ഏരിയകളാണ്. ഇപ്പോൾ ബെർലിനിൽ എനിക്ക് തോന്നുന്നു ബെർലിൻ, മ്യൂണിക് പോലത്തെ മെയിൻ മേജർ സിറ്റീസിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ട്രൈ ചെയ്താൽ എല്ലാവർക്കും അവിടെ ജോലി കിട്ടും. അതെനിക്ക് ഉറപ്പാണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ. എൻ്റെ റീൽസ് കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ ജോലി ഇല്ലാതെ എങ്ങനെയൊക്കെയാണ് ജോലി കിട്ടിയത്, എവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ കിട്ടിയിട്ടുള്ള ഉണ്ട്. എല്ലാവർക്കും ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. സോ ഇൻ ടേംസ് ഓഫ് സേഫ്റ്റി യൂറോപ്യൻ കൺട്രീസ് അത്യാവശ്യം സേഫ്റ്റി ഇൻഡെക്സിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ കാണാറുണ്ട്. ആസ് എ സ്റ്റുഡൻറ്റ് എന്തായിരുന്നു നിങ്ങൾക്കൊരു ഇൻ ടേംസ് ഓഫ് സേഫ്റ്റി എങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും യൂറോപ്യൻ കൺട്രീസൊക്കെ കുട്ടികൾക്ക്? ഫോർ മീ ജർമ്മനി ഒരു സേഫസ്റ്റ് ആയിട്ടുള്ളൊരു കൺട്രി തന്നെയാണ്. അത് ഞാൻ പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ഓരോ ഏരിയകളിലാണ്. മനസ്സിലായി. സോ ഫാർ അങ്ങനത്തെ ബിറ്റർ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, എനിക്ക് ഉണ്ടായിട്ടില്ല. ഉണ്ടായവരുണ്ട്. എനിക്ക് തോന്നി ഇമിഗ്രൻസ് കുറച്ച് അധികം കയറി വരുന്നുണ്ട് ഇപ്പോൾ ചില ഏരിയകളിൽ. അവരുടെ ഒരു ആധിപത്യമാണ്. മനസ്സിലാവും. നമ്മുടെ നാട്ടിലായാലും ഓരോ ഡേഞ്ചറസ് ഏരിയാസ് ഉണ്ടല്ലോ. അവിടെ അവോയ്ഡ് ചെയ്യുക, നമ്മൾ ആ ഒരു ആംഗിളിൽ നിന്ന് നമ്മളും സേഫ്റ്റി എൻഷുർ ചെയ്യാന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അല്ല, എന്നാൽ ഈ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ എസ്പെഷ്യലി വർക്ക് ചെയ്യുമ്പോഴേ ഇപ്പൊ നിങ്ങളുടെ കൂടെ ഗേൾസും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനായാലും അങ്ങനെ ഇല്ല, അങ്ങനത്തെ ബുദ്ധിമുട്ട് ഞങ്ങളുടെ ടീമിലാണെന്നുണ്ടെങ്കിലും പേഴ്സണലി അങ്ങനെ ഉണ്ടായിട്ടില്ല. ഉണ്ടായവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജനറലൈസ് ചെയ്ത് സംസാരിക്കുന്നില്ല. പേഴ്സണലി you feel it is very safe, yeah. recommend ചെയ്യാനും depends on area. ഇപ്പോൾ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ബെർലിൻ, മ്യൂണിക് ഒക്കെ പോലത്തെ മെയിൻ സ്ഥലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതെ. യെസ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ ഇന്ത്യൻ സ്റ്റുഡൻസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റി ഉണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, അറിയാലോ. അപ്പോൾ ഇവർക്ക് ഏതാണ് കറക്റ്റ് ഒരു ചോയ്സ് ആയിട്ട് വരിക? അത് എന്തൊക്കെ ഫാക്ടേഴ്സ് അവർ കൺസിഡർ ചെയ്യണം? അങ്ങനെ എന്തെങ്കിലും ഒരു അഡ്വൈസ് പറയാനുണ്ടോ? ഇതിൽ നമുക്ക് രണ്ട് തരത്തിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എനിക്ക് തോന്നുന്നു ഒരു 90% ആളുകളും ജർമ്മനി ചൂസ് ചെയ്യുന്നത് പബ്ലിക് യൂണിവേഴ്സിറ്റി കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡിഫിക്കൽട്ടീസും പഠിക്കുന്നതിലും നമ്മുടെ എക്സാംസിലും കാര്യത്തിലും എല്ലാത്തിലും ഉണ്ട്. പ്രൈവറ്റ് ഒരുപാട് പേര് വരുന്നുണ്ട്, പ്രൈവറ്റ് ഒരുപാട് യൂണിവേഴ്സിറ്റീസും ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ എന്തോ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. അയ്യോയിൽ എന്തോ ഇഷ്യൂ വന്നിട്ടുണ്ട്. ഹൈബ്രിഡ് കോഴ്സ് കാരണം കുറേ ഡീപ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്.
യൂണിവേഴ്സിറ്റി ഒന്നുകൂടെ നന്നായി സെലക്ട് ചെയ്ത് എടുത്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻ സംഭവം. ഒരുപാട് പേര് വന്നിട്ട് പഠിക്കുക എന്നുള്ള കാര്യം മറന്നു പോകും. പാർട്ട് ടൈമിന്റെ പിന്നാലെ അങ്ങ് പോകും. ഇത് ആയതൊരു ലൂപ്പാണ്. മനസ്സിലായി. കാശ് ഇങ്ങനെ വരുമ്പോ പിന്നെ പഠിക്കാൻ എന്തിനു പോണം, ആ ഒരു പിന്നെ നമുക്ക് ഡിഫർ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അതായത് നമുക്ക് എത്ര വേണമെങ്കിലും കോഴ്സ് ഒന്നും ലാഗ് ആക്കിയാണല്ലോ. ആ ലിമിറ്റ് ഇല്ല അങ്ങനെ സ്പെസിഫിക്കലി. പ്രൈവറ്റിൽ ലിമിറ്റ് ഉണ്ട്. ഞാൻ ഇപ്പോ പബ്ലിക്കിൽ ഇപ്പോഴും എനിക്ക് എൻ്റെ അറിവിലൊരു 6 വർഷമായിട്ട് മാസ്റ്റേഴ്സ് ചെയ്യുന്ന ആളുകളുണ്ട്. അത് ഡിഫർ ചെയ്ത് അവര് നമ്മുടെ കരിയറും അങ്ങനെ ഗ്യാപ്പ് ആവും എന്നുള്ളതാണ്. അതെ, സ്റ്റുഡന്റ് വിസയിൽ എപ്പോഴും നിൽക്കുമ്പോൾ നമുക്കതൊരു സ്റ്റെബിലിറ്റി ഇല്ല. നമുക്കൊരു ജോലി കിട്ടാൻ തന്നെയാണല്ലോ നമ്മൾ പോകുന്നത്. ഇത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്ത് ഇത്രയും സ്ട്രഗിളൊക്കെ നിൽക്കുന്ന ഒരു ജോലി കിട്ടാൻ തന്നെയാണ്. ആവശ്യത്തിന് കുറച്ചൊക്കെ എക്സ്റ്റൻഷൻ എടുക്കാം, ഓക്കെ. പക്ഷെ എന്നാലും നമ്മുടെ അൾട്ടിമേറ്റ് ആ ഒരു ഗോളിൽ മാറരുത്. നമ്മൾ മാറുന്നത് പറഞ്ഞ പോലെ ഇതൊരു ലൂപ്പാണ്. നമുക്ക് ഈ ജോലി ചെയ്ത് എമൗണ്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നാട്ടിലത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു വലിയ എമൗണ്ട് ആണല്ലോ. അതെ, ഞാൻ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു 87 തോന്നുന്നു യൂറോയ്ക്ക്. 1078 ഒക്കെ ആയിട്ടുണ്ട്. അതെ, അതൊരു വലിയൊരു ചേഞ്ചാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത ഒരു കുട്ടിയാണെങ്കിൽ ഫ്രീ എഡ്യൂക്കേഷൻ തന്നെ നോക്കിയാൽ മതി. പക്ഷെ നമുക്ക് പഠിക്കാനുണ്ടെന്നുള്ളൊരു റിയാലിറ്റി അതിനകത്തുണ്ട്. അപ്പോൾ ശരിക്കും അത്രയും ബുദ്ധിമുട്ടാണോ പബ്ലിക് യൂണിവേഴ്സിറ്റീസ്? ഈസി അല്ല, മനസ്സിലായി. അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ഓരോരുത്തരുടെ കാപ്പബിലിറ്റി പോലെ ഇരിക്കും. അത് എന്നാലും അങ്ങനെ അസൈൻമെന്റ്സും എക്സാംസും കുറച്ച് ഹാർഡാണ്. പിന്നെ പ്രസന്റേഷൻസ് ഉണ്ടാവും. ഈ ഹാർഡ് എന്ന് പറയുമ്പോൾ ഒരുവിധം യൂണിവേഴ്സിറ്റി ഒക്കെ അത്യാവശ്യം റാങ്ക് ഉള്ള യൂണിവേഴ്സിറ്റി ആകുമ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് അവരുടെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണ്ടല്ലേ. ഇവിടുന്ന് വരാൻ പാടുള്ളൂ. അതന്നെ, ഈ പലർക്കും പബ്ലിക് യൂണിവേഴ്സിറ്റി വേണം, എന്നാ പഠിക്കാൻ ഇത്ര ഡിഫിക്കൽട്ട് ആവരുത്. അവരവരുടെ സ്റ്റാൻഡേർഡ് വിട്ട് കളിക്കില്ലല്ലോ. അവർക്ക് നല്ല സ്റ്റുഡൻസിനാണ് വേണ്ടത് എപ്പോഴും. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നു. അതാ ആ റാങ്കിങ് ഉള്ളപ്പോൾ അത്രയും ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ IIT പഠിക്കുന്ന പോലെയാണോ, ഇവിടെ ഒരു വേറൊരു കോളേജിൽ പഠിക്കുന്ന പോലെ. അപ്പൊ ആ ഒരു ഡിഫറൻസ് എല്ലാവർക്കും മനസ്സിലാക്കണം അല്ലേ. അപ്പൊ പബ്ലിക്കിനവേ പഠിക്കാനുണ്ടെന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കി ഫിനാൻഷ്യലി എത്ര സ്പെൻഡ് ചെയ്യാൻ റെഡി അല്ലാത്തവർക്ക് അത് ചൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ പഠിക്കാൻ പറ്റുന്ന ഒരു മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് വേണം എന്ന് നോക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു പറഞ്ഞ പോലെ പ്രൈവറ്റ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഫീസ് ഉണ്ട്. അപ്പോൾ ഈ ഫീസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മറ്റ് കൺട്രീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര വലിയ ഫീസ് അല്ല. ഒരു 7 lakhs 8 lakhs ഒരു MBA ഒക്കെ 1 yearന്റെ MBA 1.5 yearന്റെ MBA ഒരു 8 lakhs നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇത് ഈ എമൗണ്ട് സത്യം പറഞ്ഞാൽ ഒരു നല്ല പാർട്ട് ടൈം ചെയ്താൽ അടയ്ക്കാവുന്ന ഒരു എമൗണ്ട് അല്ലേ. അതന്നെ, നമുക്കത് മാനേജ് ചെയ്യാം. നമുക്ക് ഒപ്പം ബ്ലോക്ക്ഡ് അക്കൗണ്ട് കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് ഒന്നുകൂടെ മാനേജ് ചെയ്യാം. പറഞ്ഞ പോലെ ഒരു പാർട്ട് ടൈം പ്ലസ് ഒരു മിനി ജോബ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതെല്ലാതും മാനേജ് ചെയ്ത് നമുക്കൊരു ഇൻകം, നമുക്കൊരു സേവിങ്സിലേക്ക് മാറ്റാനും പറ്റും. അപ്പോൾ പ്രൈവറ്റ് ചൂസ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല ഇഫ് നമ്മളുടെ ഗോൾസ് അങ്ങനെയാണ് അല്ലെ. അത്യാവശ്യം ഒന്ന് ഏൺ ചെയ്യണം, എന്നാൽ ഒരു അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ പഠിക്കണം. അൾട്ടിമേറ്റ്ലി നമ്മളുടെ ഗോൾ അതാണ്. അതന്നെ, നമ്മള് ഇപ്പൊ സ്റ്റുഡൻസിനോട് അതന്നെയാണ് പറയുന്നത്. ശരിയാ, പാർട്ട് ടൈം ഒക്കെ കിട്ടും, പക്ഷെ പഠിത്തം വിട്ട് യാതൊരു ഇന്നവേ കുറച്ചും കൂടെ നമ്പർ ഓഫ് ജോബ്സും സിറ്റിയിലല്ലേ കൂടുതലുണ്ടാവും. അതെ, ബെർലിൻ തന്നെയാണ് ജോബ്സിന്റെ മെയിൻ മാർക്കറ്റ്. ബെർലിൻ, മ്യൂണിക് തന്നെയാണ്. സ്റ്റുട്ട്ഗാർട്ടിലും പെടും. അപ്പോൾ കുറച്ചും കൂടെ ജോലി സാധ്യത സത്യം പറഞ്ഞാൽ പ്രൈവറ്റ് എടുക്കുമ്പോൾ. അതെ, പ്രൈവറ്റിന്റെ അതായത് ബെർലിനൊക്കെ വേറെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആണ്. അവിടെ ഇംഗ്ലീഷ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് സർവൈവ് ചെയ്യാൻ പറ്റും. അതെ, ജോബും കിട്ടും. ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സ് തന്നെ നമുക്ക് ബെർലിനിൽ ഈസി ആയിട്ട് മറ്റുള്ള സ്ഥലങ്ങളെ വെച്ച് നോക്കുമ്പോൾ കിട്ടും. അതെ, കാരണം എനിക്ക് തോന്നുന്നു ബെർലിനിൽ ഇപ്പോൾ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ജർമ്മൻസേ ഉള്ളൂ. ബാക്കി എല്ലാതും യൂറോപ്യൻസും ബാക്കി എല്ലായിടത്തു നിന്നും വരുന്ന. എനിക്ക് തോന്നുന്നു കേരളത്തിൽ കൊച്ചിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യാം ബെർലിനിലൊക്കെ. ശരിയാണ്, കേരളത്തിലും കൊച്ചിയിലോട്ടാണ് ആൾക്കാർ ജോലി അന്വേഷിച്ച് ഇൻഫോ പാർക്കും എല്ലാതും കൂടിയാണല്ലോ. അപ്പോൾ ഇനവേ ആ ഒരു രീതിയിലാണ് ബെർലിൻ ഇപ്പൊ പോകുന്നത്. അപ്പൊ അങ്ങനെ ജോലിയൊക്കെ അത്യാവശ്യം നോക്കി വരുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ എടുത്താൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. പെട്ടെന്ന് നമുക്ക് ജോബ് സീക്കറിലേക്ക് എൻ്റർ ചെയ്ത് ജോബ്സ് നോക്കാം.
ഓക്കെ ഓക്കെ ഫൈൻ. പക്ഷേ ഒരുപാട് പേര് ഇപ്പോൾ അറിയാലോ, ജർമ്മനി എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് ഹബ്ബാണ്. ഇപ്പോൾ ഓട്ടോമൊബൈൽ കമ്പനീസ്, ഇപ്പോൾ സ്റ്റുട്ട്ഗാർട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അത്രയും ഹബ്ബാണ്. അപ്പം അങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ കുറച്ചും കൂടെ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആണോ കോഴ്സസ് നല്ലതാവുക, എങ്ങനെയാണ്? എഞ്ചിനീയറിംഗ് സൈഡിൽ നോക്കുമ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആണ് കുറച്ചുകൂടെ ബെറ്റർ. മാനേജ്മെന്റ് സൈഡിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് കുറച്ചുകൂടെ ബെറ്റർ ആണ്. കാരണം അധികം ഇല്ല മാനേജ്മെന്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ പബ്ലിക്കില് വളരെ കുറവാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ചില ഒരു എന്താ സ്റ്റുഡൻസ് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചില പബ്ലിക് യൂണിവേഴ്സിറ്റി കുറച്ച് ഉൾപ്രദേശങ്ങളിലായിട്ട്. അപ്പോൾ അത് എന്താണ് അങ്ങനെ അവരെ പറ്റി പറയാനുള്ളത്? അതായത് അങ്ങനത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഒക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് പബ്ലിക് യൂണിവേഴ്സിറ്റി ഇങ്ങനെ കുറച്ചുകൂടെ റൂറൽ ഏരിയാസിലുണ്ട്. അവിടെ ചിലപ്പോൾ ഒരു ബസ് ഉണ്ടാവുമല്ലോ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നമ്മൾ ചിലപ്പോൾ അക്കോമഡേഷൻ നോക്കാനും ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് എല്ലാത്തിനും ആക്സസ് കുറവായിരിക്കും. ചിലപ്പോൾ നമുക്കൊരു ഗ്രോസറി പർച്ചേസിനാണെന്നുണ്ടെങ്കിലും ആ ഒരു ആക്സസ് വളരെ കുറവായിരിക്കും. അപ്പോൾ കൂടുതൽ ആളുകൾ ഏതിലെടുത്തുള്ള സിറ്റിയിൽ പോയി അക്കോമഡേഷൻ എടുത്ത് വലിയൊരു ട്രാവൽ ചിലപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടാവും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. കാരണം ഈ സിറ്റി കുറച്ചുകൂടെ അങ്ങനത്തെ ഏരിയകളിലായിരിക്കും പാർട്ട് ടൈം കിട്ടാനും കുറച്ചുകൂടെ എളുപ്പം വരുന്നത്. അങ്ങനത്തെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഹോഫ് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെ ഒരൊറ്റ ബസ്സുള്ളൂ. ഒറ്റ ബസ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ ഹോഫ് തീർന്നു. പക്ഷെ ആ പ്രദേശം മൊത്തം യൂണിവേഴ്സിറ്റി ആയിരിക്കും അല്ലേ? അതെ. അവിടെയുള്ള സ്റ്റുഡൻസ് എല്ലാവരും ആ യൂണിവേഴ്സിറ്റി തന്നെയായിരിക്കും. അവിടെ ഇനി പാർട്ട് ടൈം അവൈലബിലിറ്റിയും പിന്നെ ഹെവി വർക്ക് സ്റ്റുഡൻ്റ് ഒക്കെ ഉള്ളത് അനുസരിച്ച് നിൽക്കും. ഇപ്പം ഞാൻ കണ്ടില്ല, ഞാൻ ബെർലിനിലാണ്. ഞാനിപ്പോൾ ഒരു 10 hours എനിക്ക് ട്രാവൽ ഉണ്ട് സ്റ്റുഡ്ഗാർട്ടിലേക്ക്. അപ്പോൾ ഞാൻ ക്ലാസ് ആകുമ്പോൾ അങ്ങോട്ട് പോകും. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. പാർട്ട് ടൈം നോക്കിയിട്ട് അവിടെ നിന്നിട്ട് ക്ലാസ്സിന്റെ സമയത്ത് അത് പ്രൈവറ്റിൽ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ 2 ദിവസമേ ക്ലാസ് ഉണ്ടാവുള്ളൂ. ആ 2 ദിവസം നമുക്ക് പോയിട്ട് വരാൻ പറ്റും. സിറ്റിയിലാണ്, അതുകൊണ്ട് വലിയ ട്രാവൽ അല്ലെങ്കിൽ ഉൾപ്രദേശം സീൻ വരുന്നില്ല. ഓക്കെ. പലർക്കും അതിന്റെ ഒരു ഡിഫറൻസ് അറിയില്ല. എല്ലാവർക്കും പബ്ലിക് തന്നെ മതി. പക്ഷെ പബ്ലിക് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്, പ്രൊവൈഡഡ് അത് ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഒക്കെ ആയിട്ടൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ രണ്ടും ഓരോരുത്തരുടെ ഒരു എന്താ പറയാ ഗോൾസ് അനുസരിച്ച് എടുക്കുക എന്നുള്ളതാണ്. ചിലർക്ക് ഈ കോഴ്സ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് അങ്ങനെ വരാറുണ്ട്. ഇന്ന കോഴ്സ് തന്നെ വേണം സ്പെസിഫിക് ആയിട്ട്. പ്രൈവറ്റിൽ നമുക്ക് ചൂസ് ചെയ്ത് എടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഓപ്ഷൻ പ്രൈവറ്റിലുണ്ട്. പബ്ലിക് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ താങ്കൾ ചൂസ് ചെയ്ത് പ്രോജക്ട് മാനേജ്മെന്റ് ആണ്. ഇതൊരു പബ്ലിക് യൂണിവേഴ്സിറ്റി നടക്കുമോ? ഇല്ല, നടക്കില്ല. അത് പലർക്കും ഇപ്പോഴും അറിയില്ല. ഏത് കോഴ്സും ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു. ഞാൻ വേറെ കോഴ്സ് നോക്കി, മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോഴ്സസ് നോക്കി. പക്ഷെ അതിനൊക്കെ C1 ലെവൽ ലാംഗ്വേജ് വേണം. അതായത് അതും ഉണ്ട് ഈ മാനേജ്മെന്റ് കോഴ്സിൽ. പബ്ലിക്കിൽ നോക്കുമ്പോൾ ലാംഗ്വേജ് കൂടെ വേണം. കാരണം കമ്മ്യൂണിക്കേഷൻ ആണല്ലോ മെയിൻ ആയിട്ട് ഈ മീഡിയ മാനേജ്മെന്റ് രീതിയിൽ വരുന്നത് അല്ലേ? സോ കമ്മിങ് ടു വേറൊരു ലോകമുണ്ട്. ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ നമ്മളുടെ വീഡിയോസ് കാണാറുണ്ട്. നമ്മളുടെ വലിയൊരു ഓഡിയൻസും എനിക്ക് തോന്നുന്നു ജർമ്മൻ പഠിക്കുന്നവരൊക്കെ തന്നെയാണ്, ജർമ്മനിലേക്ക് പോവാൻ വേണ്ടി നിൽക്കുന്ന സ്റ്റുഡൻസ്. അപ്പോൾ ഓസ്ബിൾഡങ് ഒരു പ്രോഗ്രാം വളരെ പോപ്പുലർ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു പ്രോഗ്രാമിന്റെ റിയാലിറ്റി എന്ന് പറയുമ്പോൾ ഈ ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ഡിപ്ലോമ പ്രോഗ്രാമാണ്. ഒരു വൊക്കേഷണൽ ട്രെയിനിങ് പോലത്തെ ഒരു പ്രോഗ്രാമാണ് വരുന്നത്. കൂടുതലും അത് എനിക്ക് തോന്നുന്നു 300+ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ അവിടുത്തെ ബസ് ഓടിക്കുന്നത് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമാണ്. കാർ ഓടിക്കുന്നത്, ട്രക്ക് ഓടിക്കുന്നതും എല്ലാതും സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുന്നത് അവിടെ മൊത്തത്തിൽ അങ്ങനത്തെ ഒരു ഡിപ്ലോമ പ്രോഗ്രാമാണ്. എത്ര നാളാണ് ഈ പ്രോഗ്രാം? 3 years ആണ് വരുന്നത്. കൂടുതലും നമ്മുടെ നാട്ടിൽ നിന്ന് നഴ്സിംഗ് പഠിക്കാനായിട്ടാണ് കൂടുതൽ ആളുകളും വരുന്നത്. അതും ഈ +2 കഴിഞ്ഞ് ഡയറക്റ്റ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നു, അങ്ങോട്ട് വരുന്നു. ഇതിൽ ഇവർ പോസിറ്റീവായിട്ട് കാണുന്നത് ഇതിന്റെ സ്റ്റൈപ്പൻഡ് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. ഏകദേശം 1000 euro 1 lakh rupees per month. അതെ. പിന്നെ ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഇടണ്ട. +2 കഴിഞ്ഞ് ഡയറക്റ്റ് പോകാൻ 3 വർഷം പഠിച്ചു കഴിഞ്ഞ് പിന്നെ അവിടെ തന്നെ എനിക്ക് തോന്നുന്നു യൂറോപ്പിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ളവർക്കാണ് ഹൗസ് ബിൽഡിംഗ് ബെറ്റർ ഓപ്ഷൻ. അല്ലാണ്ട് അവിടെ പഠിച്ചിട്ട് പിന്നെ ദുബായിൽ എങ്ങനെ പോയി വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് പിന്നെ ഇവർ ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചത് എന്തിനാ? വെറുതെയാണ്. യൂറോപ്പിൽ തന്നെ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുമോ? പറ്റില്ല. ഓസ്ട്രിയ, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ജർമ്മൻ സ്പീക്കിംഗ് ആയിട്ടുള്ള 4-5 കൺട്രീസിൽ മാത്രമല്ലേ നമുക്കിത് ഒരു ഉപകാരം ഉണ്ടാവുള്ളൂ. അതെ. അപ്പോൾ ഈ പഠിക്കുന്നവർ ശരിക്കും അപ്പോൾ ഈ നമ്മളുടെ ഇപ്പോൾ നാട്ടിൽ ഇപ്പോൾ ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്തൊരു കോഴ്സ് എടുക്കണമെങ്കിൽ അവർക്ക് ബാച്ചിലേഴ്സ് കിട്ടും. അങ്ങനെ തന്നെയല്ലേ ശരിക്കും ഈ ഒരു ഡിപ്ലോമ? അതെ.
നമ്മൾ വീണ്ടും ഒരു ഡിഗ്രി ഡിഗ്രി എന്ന് പറഞ്ഞാൽ മാസ്റ്റേഴ്സ് ഒന്നും പഠിക്കാൻ പറ്റില്ല, വീണ്ടും ഒരു ബാച്ചിലേഴ്സ് ഇല്ല, മാസ്റ്റേഴ്സ് പഠിക്കാൻ പറ്റില്ല. ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഇന്റർനാഷണലി നമുക്കത് അപ്ലൈ ചെയ്ത് എവിടേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഡിഗ്രി ഹോൾഡർ അത്രയും ആക്സസ് ഇല്ല. ഈ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് പറഞ്ഞ പോലെ ഈ 4-5 കൺട്രികളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു, കാരണം ഇവർ മെയിൻ പഠിക്കുന്നത് ജർമ്മൻ ലാംഗ്വേജ് ആണ്. B2 ഫുൾ മൊഡ്യൂൾ വേണം അവർക്ക്. അത് ഇവിടുന്ന് B2 ഫുൾ മൊഡ്യൂൾ വേണം. പിന്നെ അവരുടെ ഒരു ഇന്റർവ്യൂ ക്ലിയർ ചെയ്യണം. അവിടെ പോയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 70% അവർക്ക് പ്രാക്ടിക്കലാണ്, 30% തിയറിക്കല് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. ലാംഗ്വേജ് അറിഞ്ഞാൽ തന്നെയാണ് ഈ ഒരു ഹൗസ് ബിൽഡിങ്ങിൽ നമുക്ക് സർവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഇവർക്ക് വേണ്ട, ഇനി ഞങ്ങൾക്ക് ദുബായിൽ പോയി വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാലും ഇവരോട് ഇൻവെസ്റ്റ് ചെയ്ത ടൈം വേസ്റ്റ് ആണ്. അപ്പോൾ അതാണ് ശരിക്കും ഇതിന്റെ ഒരു കോഴ്സ് റിയാലിറ്റി. അതെ, അതായത് ഞാൻ കാര്യം പറയട്ടെ, നമ്മൾ 12th കഴിഞ്ഞൊരു കുട്ടിക്ക് മാസം 1 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു എമൗണ്ടാ. പിന്നെ കാരണം ഇവിടെ ഡിഗ്രി കഴിഞ്ഞവർക്ക് വരെ നമുക്കൊരു ബേസിക് സാലറി എന്താണ്, ഒരു 20-25 പോട്ടെ, ഒരു 30,000 നല്ലൊരു കമ്പനിയിലാണെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ 1 lakh ഇസ് എ ബിഗ് എമൗണ്ട്. പേരൻസിനാണ് ഏറ്റവും അതൊരു വലിയൊരു അട്രാക്റ്റീവ് ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ യെസ്, നമ്മൾ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി എത്രത്തോളം സമയം കളയും? എനിക്ക് തോന്നുന്നു എൻ്റെ അറിവിൽ 3 വർഷമൊക്കെ ലാംഗ്വേജ് B2 ഫുൾ മൊഡ്യൂൾ കിട്ടിയിട്ട് ഓടിക്ക് വരാൻ പറ്റാത്ത ആളുകളുണ്ട്, പഠിച്ച് കിട്ടാത്തവരുണ്ട്. അങ്ങനത്തെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. സക്സസ് ആയതിന് കൂടുതൽ പകുതിക്കിട്ട് ഡ്രോപ്പ് ചെയ്ത് പോയിട്ടുള്ളവരാണ് ഏറ്റവും കൂടുതലുള്ളത്. എന്റെ അറിവിൽ പലരും ഇവിടെ ബാച്ചിലേഴ്സ് നഴ്സിംഗിന് ചേർന്നവരുണ്ട്. അതെ, മടുത്തു, വീട്ടുകാരും മടുത്തു. ഇനി അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? അവരോട് പറയാനുള്ളത്, നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ജർമ്മനി, അതായത് യൂറോപ്പിൽ ജർമ്മനി, ഓസ്ട്രിയ അവിടെയൊക്കെ സെറ്റിൽമെൻ്റ് ആണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ B2 ഫുൾ മോഡൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹൗസ് ബിൽഡിംഗ് നല്ലൊരു പ്രോഗ്രാമാണ്, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പഠിക്കാം. അതല്ല, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പെട്ടെന്നൊരു മാസ്റ്റേഴ്സ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരു ദുബായ് പോയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, അതായത് ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് നമ്മളുടെ B2 പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് നാളായി ഇതിന് വേണ്ടി സമയം കളയുന്ന, ഇപ്പോൾ പറഞ്ഞ പോലെ 3 വർഷം ഒക്കെ ആയിട്ട് ഇവിടെ നാട്ടിൽ നിൽക്കുന്നവരുണ്ട്. അവരോട് ഇപ്പോൾ, അതായത് ഇപ്പോൾ ഹൗസ് ബിൽഡിംഗ് പണ്ടത്തെ പോലെ അല്ല, കുറച്ചും കൂടെ ടഫായി എന്നുള്ളതാണ് വേറൊരു സത്യം. എംപ്ലോയേഴ്സ് കൂടുതലും ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് എടുക്കുന്നില്ല, ഒരു കോട്ട സിസ്റ്റം വെച്ച പോലെയാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ശരിക്കും അപ്പൊ അത് കാത്തിരിക്കുന്നതിൽ എത്രത്തോളം അർത്ഥം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുക. ഞാൻ പറയുന്നത് ഒരുപാട് ടൈമിൽ വേസ്റ്റ് ചെയ്യരുത്, അല്ലാന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് ഓപ്ഷൻസ് ഉണ്ടല്ലോ. അതാണ് വേറൊരു സംഭവം. ജർമ്മനിയിൽ നമുക്ക് ഡയറക്റ്റ് ബാച്ചിലേഴ്സിന് അഡ്മിഷൻ കിട്ടില്ല. പ്ലസ് 2 കഴിഞ്ഞാൽ സ്റ്റുഡിയം കോളേജോ വേണം, അല്ലെങ്കിൽ 13 വർഷത്തെ സ്റ്റഡി വേണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു എൻട്രൻസ് എഴുതണം. അതെ, സ്റ്റേസ് എഴുതണം. അപ്പോൾ അവർക്ക് ആസ് വി സേ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് നമ്മളുടെ ഓസ്ട്രിയ പോലത്തെ കൺട്രീസിൽ പ്ലസ് 2 കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് അവർ പഠിച്ച ലാംഗ്വേജ് വേസ്റ്റ് ആവുന്നില്ല. അതന്നെ, കാരണം സെയിം ജർമ്മൻ തന്നെയാണ്. അതുപോലെ ചില കോഴ്സസിന് MOI മതി, അതായത് IELTS വേറെ എടുക്കാൻ നിൽക്കണ്ട. കുറച്ചും കൂടെ നല്ല കോഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ IELTS കൂടെ എടുത്താൽ അവർക്ക് നല്ലതായിരിക്കും. പിന്നെ വേറൊരു സംഭവം, ജർമ്മനിൽ തന്നെ പഠിപ്പിക്കുന്ന ഈ പറഞ്ഞ ബാച്ചിലേഴ്സ് കോഴ്സ്, ജർമ്മൻ ടോട്ട് ബാച്ചിലേഴ്സ്, ഡിപ്ലോമ അല്ല, ബാച്ചിലേഴ്സ് ഡിഗ്രി, അത് ഇന്റർനാഷണലി വാലിഡ് ആണ്. വേറൊരു സംഭവം, ചില ഓസ്ട്രിയ യൂണിവേഴ്സിറ്റീസ് ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ സെമസ്റ്റർ കഴിഞ്ഞാൽ നമുക്ക് ഫീസ് ഇങ്ങോട്ട് തിരിച്ചു തരും. അങ്ങനെ വരെയുള്ള ഓസ്ട്രിയ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അത് ഫീസ് റീഫണ്ട് ആസ് സച്ച്. അപ്പോൾ അത്രയും ഓപ്ഷൻസ് ഉള്ളപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കോസ്റ്റ് എഫക്റ്റീവ് രീതിയിലായിട്ട് എത്ര നാൾ ഇവിടെ നമ്മൾ ലാംഗ്വേജ് പഠിച്ചു കഴിയും? അപ്പോൾ ഈ ഹൗസ് ബിൽഡിംഗ് ഞാൻ നോക്കുമ്പോൾ പലരും B2 എക്സാം എഴുതാനായിട്ട് മലേഷ്യയിൽ പോകുന്നു, അല്ലെങ്കിൽ ഡൽഹി. അതെ, അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരു ലാംഗ്വേജിന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുന്നതിലും എൻ്റെ ഒരു രീതിയിൽ ഡെഫിനറ്റ്ലി നമുക്ക് ലാംഗ്വേജ് വേണം. ഇപ്പോൾ അത് പറഞ്ഞ പോലെ ജർമ്മനി അറിഞ്ഞാൽ ജർമ്മനിയിലൊക്കെ രാജാവായിട്ട് ജീവിക്കാം. പക്ഷെ അതിനു വേണ്ടി നമ്മൾ എത്രത്തോളം സമയം കളയും? ഇപ്പൊ എന്റെയൊക്കെ സമയത്ത് അല്ലെങ്കിൽ നമ്മളുടെ സമയത്ത് ഇന്നവേ എൻട്രൻസ് ആയിരുന്നു ഒരു ട്രെൻഡ്, അതായത് റിപ്പീറ്റ് ആ രീതിയിൽ. പക്ഷെ അത് എത്രത്തോളം സമയം പോകുന്നുണ്ട്? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം ജർമ്മൻ ട്രൈ ചെയ്യും. ഇപ്പോൾ വളരെ പെട്ടെന്ന് പഠിക്കുന്നവരുണ്ടല്ലോ ലാംഗ്വേജ്, ഇപ്പോൾ ഒരു 8 months കൊണ്ടൊക്കെ B2 ക്ലിയർ ചെയ്യുന്നവരുണ്ട്. കാരണം അവർക്ക് ലാംഗ്വേജ് പഠിക്കാനുള്ള ആപ്റ്റിറ്റ്യൂഡ് അടിപൊളിയാണ്, അല്ലെ? ചിലർക്ക് സയൻസ് പഠിക്കാനായിരിക്കും, ചിലർക്ക് ഒരു ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അവര് പോയി അല്ലെങ്കിൽ ഫാമിലി പറഞ്ഞു, അച്ഛൻ പറഞ്ഞു ഇത് പഠിച്ചാൽ നഴ്സിംഗ് ഇഷ്ടമില്ലാത്ത കുറെ പിള്ളേരുണ്ട്. അപ്പൊ നമ്മളുടെ അടുത്ത് വരുന്ന പല സ്റ്റുഡൻസും ഇങ്ങനെ ഈ പറഞ്ഞ ഫ്രണ്ട് പോകുന്നു, അതുകൊണ്ട് ഞാനും പഠിക്കാൻ പോകാം. പക്ഷെ നഴ്സിംഗ് യാതൊരു താല്പര്യമില്ല. ഈ മറ്റേ ചോര കെട്ടാൽ തലകറങ്ങി വരുന്ന ടീംസ് ഉണ്ട്. അപ്പൊ അവരൊക്കെ എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ ഓസ്ട്രേലിയക്ക് വരും. അപ്പോൾ
കാരണം അവർ പഠിക്കുന്നത് ഈ പറഞ്ഞ AI അല്ലെങ്കിൽ പോലത്തെ ഇപ്പോൾ റോബോട്ടിക്സ്, കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് കോഴ്സ് ആണെങ്കിൽ അങ്ങനെ. ഇനി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ്, ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ പഠിക്കുന്ന അതേ സിലബസ് എന്നുള്ള രീതിയിലല്ല, അത്ര അഡ്വാൻസ്ഡ് ആയിട്ട്. ഇപ്പോൾ റെസ്പോൺസിബിൾ കൺസംഷൻ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ പേരാണ്. അതുപോലെ സർക്യുലർ എഞ്ചിനീയറിംഗ് വേറെ, ഇത് സസ്റ്റൈനബിലിറ്റി നോക്കിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസും ഉണ്ടെന്നുള്ളത് പലർക്കും അറിയില്ല. അത് ഓസ്ട്രിയയിലാണ്. അതുപോലെ തന്നെ വേറെ സറൗണ്ടിങ് കൺട്രീസ് ലൈക്ക് എന്താ ഇപ്പോൾ ഹംഗറിയിൽ അത്യാവശ്യം കോഴ്സസ് ഉണ്ട്. അവിടെ ലാംഗ്വേജ് വേറെയാണ്, പക്ഷെ ബാച്ചിലേഴ്സ് ഓപ്ഷൻസ് ഉണ്ടെന്ന് പറയാം. യൂറോപ്പിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് എവിടേക്ക് വേണമെങ്കിലും മാറാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പൊ ജോലിക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. ഷെങ്കൻ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ജർമ്മനി തന്നെ ഓസ്ട്രേലിയക്ക് ട്രൈ ചെയ്യാം, സ്വിറ്റ്സർലാൻഡ് ട്രൈ ചെയ്യാം. അങ്ങനെ ഒരുപാട് അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതാണ് എനിക്ക് വേറൊരു ഡൗട്ട് ചോദിക്കാൻ. ഇപ്പോൾ നമ്മളുടെ ഒരു ഹോൾ പ്രോസസ്സ് തന്നെയാണ് ചെയ്തത് ആ സമയത്ത്, ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ ഈ വെൽ ഇൻഫോംഡ് ആയിട്ട് പോകുന്നവരുടെ ഇപ്പോൾ ഒരുപാട് പേര് മീറ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ, അപ്പോൾ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് വേഴ്സസ് യുവർ എക്സ്പീരിയൻസ് എന്താ ഫീൽ ചെയ്തേ? എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ChatGPT ഒക്കെ വന്ന സ്ഥിതിക്ക് ഒരുപാട് പേര് സെൽഫായിട്ട് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഒരു ഗൈഡൻസ് ഉണ്ടാവുന്നത് എപ്പോഴും ബെറ്ററാണ്. കാരണം മനസ്സോടെ എത്തിക്കഴിഞ്ഞാൽ, ഞാൻ വന്നപ്പോ എന്നെ പിക്ക് ചെയ്യാൻ പോലും ഒരാളുണ്ടായിരുന്നില്ല. അപ്പൊ അതായത് നമ്മുടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമേ അല്ല അവിടുത്തെ. അവിടെ നമുക്കൊന്നും മനസ്സിലാവില്ല. എവിടെ ടിക്കറ്റ് എടുക്കണം, ഇവര് ഇംഗ്ലീഷ് സംസാരിക്കില്ല. അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ടിക്കറ്റ് ചെക്കറൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ കാണിച്ചു കൊടുക്കാൻ പോലും ചിലപ്പോൾ നമ്മുടെ കയ്യിലൊരു പ്രോപ്പർ ടിക്കറ്റ് എങ്ങനെ എടുക്കുമെന്ന് പോലും എനിക്ക് അറിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാൻ നമുക്ക് നെറ്റ് വേണമല്ലോ, ഇന്റർനെറ്റ് വേണമല്ലോ. അതെങ്ങനെയാണ് അവിടെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പണ്ടത്തെ അവിടെ വോഡാഫോൺ കാർഡ് പോലെ കാർഡ് മേടിച്ച് 10 GB ഒക്കെ റീചാർജ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് അത്. എല്ലാ കാര്യത്തിലും ഭയങ്കര ഒരു ഡിജിറ്റലൈസ് ആയിട്ടുള്ള ഒരു കൺട്രി അല്ല ഇപ്പോഴും. ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലെറ്ററൊക്കെ തന്നെയാണ്, പോസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ചില ഓഫർ ലെറ്റർ ഒക്കെ കുട്ടികൾക്ക് പോസ്റ്റിലാണ് വരുന്നത് പബ്ലിക് യൂണിവേഴ്സിറ്റിയുടെ. ഇപ്പോഴും അതെ, ഇപ്പോ ഇൻഷുറൻസ് ഒരു ലെറ്റർ വരുന്നതും പോസ്റ്റിലേക്ക് കുറച്ച് ഇപ്പൊ കൊറോണ കഴിഞ്ഞ പിന്നെയാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ ഒരു ഡിജിറ്റലൈസ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് ആ ഒരു ഗൈഡൻസ് ഉള്ളത് കൊണ്ട് കുറച്ചും കൂടെ ആ ഒരു ഒന്നാമതൊരു വലിയ ട്രാൻസിഷനാണ്. അപ്പൊ അതിനൊരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ആയേനെ ഒരു ഏജൻസി ആണെങ്കിൽ അങ്ങനെ ആ രീതിയിൽ പ്രോപ്പറായിട്ട് ഒരുപാട് ഫേക്ക് പ്രോമിസ് ഒന്നും കൊടുക്കാതെ ഒരു ഏജൻസിക്ക് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് കാര്യം പറഞ്ഞിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് എനിക്ക് തോന്നി പേഴ്സണലി. കാരണം ഞാനൊന്ന് ഇറങ്ങിയപ്പോൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിലും എനിക്ക് അറിയില്ല ഈ പേപ്പർ വർക്സിന്റെ കാര്യങ്ങൾ അറിയില്ല. ഞാൻ വന്ന് പോയ സമയത്ത് ഒരുപാട് മലയാളീസും ഇല്ല. ഇപ്പൊ ഒരുപാട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരാൾ പോകുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട് ഉണ്ടാവുമായിരിക്കും, പിക്ക് ചെയ്യാനൊക്കെ ആരെങ്കിലും ഉണ്ടാവുമായിരിക്കും. പക്ഷെ എന്നാലും ഈ സ്ഥലം അനുസരിച്ചിരിക്കും കേട്ടോ, ജർമ്മനിയിൽ എവിടെയാണ് കിട്ടുന്നത് അതിനനുസരിച്ചിരിക്കും. നമുക്ക് എവിടെ ഒരു ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സമയം ഉണ്ടാവില്ല. പാർട്ട് ടൈമും ക്ലാസ്സും കുക്കിങ്ങിന്റെ ഇടയിൽ പിക്ക് ചെയ്യാൻ വരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറൊരു ലൈഫ് സ്റ്റൈലാണ്, അവരവരുടെ കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവര്. അപ്പോൾ ശരിക്കും അതാണ് ഇപ്പൊ നമ്മളെപ്പോൾ ഓരോ എൻറ്റിറ്റിക്കുള്ള ഒരു എന്താ പറയാ ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം ഇപ്പോൾ നമ്മളിപ്പോ ഒരു വെബിനാർ ചെയ്തു കുട്ടികൾക്ക്, എന്തിനാ ആ ഒരു റിയാലിറ്റി പറഞ്ഞു കൊടുക്കുക. അതെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്കൊരു എക്സ്റ്റെൻസീവ് നെറ്റ്വർക്ക് ഉണ്ട് സ്റ്റുഡൻസിന്റെ. ഈ പറഞ്ഞ ഫ്രണ്ട്സ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ എത്ര പേർക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ടൈം കേപ്പബിലിറ്റി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾക്കൊരു സ്റ്റുഡൻറ്റ് അവിടെ ഇതുപോലെ തന്നെ അവിടെ എത്തിയിട്ടുള്ള ആളോട് നമ്മൾ മുന്നേ പറയുകയാണ്, ആൻഡ് അവരോട് ഒരു സ്കെഡ്യൂളൊക്കെ ഫിക്സ് ചെയ്തിട്ട് പറയുമ്പോൾ അവിടെ ഈ പറഞ്ഞ പിക്കപ്പിന് ഒരാളുണ്ടാവും എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളതാണ് നമ്മുടെ ഒരു പവർ. ഓക്കെ, അത് ചിലപ്പോൾ തന്നെയും പറ്റും. ഇപ്പൊ അവർക്കൊരു വലിയ ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. അത് നമുക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് ഒരാൾ ഉണ്ടാവുന്നതാണ് ശരിക്കും ഒരു ഏജൻസിയുടെ കറക്റ്റ് ആയിട്ടുള്ളൊരു ഉത്തരവാദിത്തം. ആൻഡ് അതിന്റെ ചുറ്റും വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഫേക്ക് പ്രോമിസുകൾ കൊടുക്കരുത്, കറക്റ്റ് കാര്യം ഉള്ളതുപോലെ കിട്ടും, അത് മതി, ഫീസ് അടയ്ക്കാൻ അത് മതി എന്ന് അങ്ങനെയൊന്നും പറയാതെ അതെ അതെ ഉള്ള കാര്യം പറയാൻ മാക്സിമം ഹെൽപ്പ് ചെയ്യാം. എത്രത്തോളം ഇപ്പൊ എന്താ പറയാ സർവീസ് അവര് പറയാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടോ അത് തന്നെ ചെയ്യാം എന്നുള്ളതാണ്. അതാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു സ്റ്റഡി അബ്രോഡ് ഇൻഡസ്ട്രിയിൽ തന്നെ 18 വർഷം ആയിട്ട് സക്സസ്ഫുള്ളി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ആ ഒരു ഇൻറ്റഗ്രിറ്റി എന്നുള്ളൊരു ഫാക്ടർ കൊണ്ടാണ്. സോ നോട്ട് ജസ്റ്റ് ജർമ്മനി, നമുക്കിപ്പോൾ വേറെ ഓസ്ട്രിയ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഓസ്ട്രിയ മാത്രം സ്കോളർഷിപ്പിൽ പഠിക്കുന്നവരൊക്കെ
ആ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഇതുപോലെ ഹെൽപ്പ് ചെയ്തിട്ടാണ് നമുക്ക് അവിടെ അവരൊക്കെ എത്തിക്കാൻ പറ്റിയത്. അതിലൊക്കെ അവർ രീതിയിൽ ഫ്ലറിഷ് ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടേതായ സ്ട്രഗിൾസും ഉണ്ട്. പക്ഷെ സ്റ്റിൽ ആ ഇനിഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഞങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. സോ എന്തായാലും അപ്പോൾ നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ച് അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കാര്യമായിട്ട് ഇപ്പം പറയാൻ വൗച്ച് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ട്രാവൽ ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ, അതായത് ഐ എം ടോക്കിംഗ് അബൌട്ട് ജർമ്മനി ടു ഇന്ത്യ. അങ്ങനെ ഈ യൂറോപ്പ് ചൂസ് ചെയ്യാനിപ്പോൾ പലരും കാരണം തന്നെ കുറച്ചുകൂടി അടുത്താണെന്ന് പറഞ്ഞിട്ടാണ്. എന്താണ് ഈ ഒരു ഇപ്പോൾ 4 വർഷമായി ബാക്ക് ടു ബാക്ക് കേരള ടു ജർമ്മനി ട്രാവൽ ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അതായത് ഞാൻ ഒരുപാട് വളരെ ഹോം സിക്നെസ് ഉള്ള ഒരാളാണ് ഞാൻ. 4 വർഷത്തിൽ 6 വട്ടം ഞാൻ ഇന്ത്യക്ക് വന്നിട്ടുണ്ട്. ഒരു വർഷം 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 15,000-16,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ജർമ്മനിയിൽ നിന്ന് നാട്ടിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ദുബായിക്ക് ചിലപ്പോ ആ ഒരു എമൗണ്ടിൽ പോകാൻ പറ്റില്ലായിരിക്കും. അതായത് 2 ചേഞ്ച് ഉണ്ടാവും. അതായത് ജർമ്മനി ടു ഇസ്താൻബുൾ ടു ദുബായ് ടു കൊച്ചിയ, കോഴിക്കോടോ, അങ്ങനത്തെ ഫ്ലൈറ്റുകൾ ഉണ്ട് ഇഷ്ടംപോലെ. അത് സ്കൈ സ്കാനറിൽ തന്നെ നോക്കിയാൽ കാണും. ഞാൻ ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഒരു വട്ടം. ഒരു പക്ഷേ 2 വട്ടം വരേണ്ടി വന്നു. വളരെ ചീപ്പായിട്ട് നമുക്ക് ജർമ്മനിയിൽ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാം. ടൈം കുറച്ച് എടുക്കും. ഒരു 20 hours ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. നല്ല രീതിയിൽ ഒരു പകുതിയോളം പൈസയിലേ വരുന്നുള്ളൂ നോർമൽ ഫ്ലൈറ്റിന്റെ. 16,000 രൂപ എന്ന് പറഞ്ഞാൽ പറയട്ടെ, 1.5 ദിവസം അവിടെ പറ്റം ചെയ്ത് കഴിഞ്ഞാൽ ഈ എമൗണ്ട് ആയി, 160 euro എന്നുള്ളൊരു എമൗണ്ട് ആയി. അപ്പൊ അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ജസ്റ്റ് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഞാനിപ്പോ ഖത്തർ എയർവേസിൽ ട്രാവൽ ചെയ്യാന്നുണ്ടെങ്കിലും 48,000 റിട്ടേൺ അടക്കം നമുക്ക് ഫ്ലൈറ്റ് കിട്ടും. എനിക്ക് അത് അധികം ആൾക്കാർ അറിയില്ലെന്ന് തോന്നുന്നു. അതാണ് ഈ യൂറോപ്പിന്റെ വേറൊരു പ്രത്യേകത. പെട്ടെന്ന് നമുക്ക് പോയി വരാൻ പറ്റുന്ന ഒരു വലിയ ചെലവില്ല. ഇപ്പൊ മറ്റു കൺട്രീസ് ഒക്കെ, ഇപ്പൊ US ഒക്കെ ഫോർ എക്സാമ്പിൾ ഒരു എക്സ്പെൻസീവ് ആണ്. 1 day ട്രാവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പോകും. വേറൊരു സംഭവമാണ് എല്ലാവർക്കും ഡൗട്ട് ഉള്ളത്, ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ പാക്കിംഗ്. ഓക്കെ, ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ച് കുത്തി നിറച്ച് വെയിറ്റ് ഒക്കെ ഓവറായി പിന്നെ എയർപോർട്ടിൽ എത്തുമ്പോ ഫുൾ കൺഫ്യൂഷൻ. അപ്പോ എന്താണ് പാക്കിങ്ങിനുള്ള ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുക സ്റ്റുഡൻസിന്? അതായത് പാക്കിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഒക്കെ വന്നപ്പോ തക്കാളിയും സവോളയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഉള്ള കേസാണ്. അത് റീൽ ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാം കണ്ടന്റ്. ശരി. അപ്പൊ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ അവോയ്ഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ജാക്കറ്റ് കൂടുതലും, അതായത് മെയിൻ ജാക്കറ്റ്, നമ്മൾ വിന്റർ ജാക്കറ്റ് കൂടുതലും ജർമ്മനിയിൽ നിന്ന് അല്ലെങ്കിൽ ഓസ്ട്രേലിയ എന്നുണ്ടെങ്കിലും പർച്ചേസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം അവിടുത്തെ ഒരു ക്ലൈമറ്റിന് പറ്റിയൊരു ജാക്കറ്റ് നമുക്ക് ഇവിടെ കിട്ടും. ഡെക്കാത്തലോണിൽ നിന്ന് ഒരുപാട് ഫണ്ട് സ്പെൻഡ് ചെയ്തിട്ട് ഒരു ജാക്കറ്റ് മേടിക്കേണ്ട കാര്യമില്ല. ഒരു ബാക്കപ്പിനുള്ള ഒരു സമ്മർ ടൈം ആണെന്നുണ്ടെങ്കിൽ അതും വേണ്ട. പിന്നെ ഈ ഷൂസ് ഒന്നും ഇവിടുന്ന് പർച്ചേസ് ചെയ്യണ്ട. അത് അവിടെ ചെന്നാലാണ് മനസ്സിലാവുന്നത്. അതെ, അഡിഡാസിന്നൊക്കെ സാമ്പിൾ സെയിലിനും എല്ലാത്തിനും. കാരണം നമുക്ക് അവിടെ ഫുൾ ടൈം നമ്മൾ ഷൂസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒറിജിനൽ കംഫർട്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അത് ഫീൽ ചെയ്യും. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒരു ഷൂ എന്ന് കൂടുതൽ അവിടെ തന്നെ അതിന് സ്പെൻഡ് ചെയ്താൽ മതി. മെയിനായിട്ട് സ്പൈസസ്, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങള്. കാരണം അത് നമുക്ക് അവിടെ കിട്ടും, പക്ഷെ എക്സ്പെൻസീവ് ആണ്. ആ ഒരു ക്വാളിറ്റിയും കിട്ടില്ല. നമ്മളിപ്പോ ഞാൻ വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഉമ്മയൊക്കെ പൊടിപ്പിക്കുന്ന ആ ഒരു നാടൻ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോകാറുള്ളൂ. അത് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഈ അച്ചാറ്, കൊല്ലിപ്പേരി, അങ്ങനത്തെ ചിപ്സ്, സ്നാക്സ് കൊണ്ടുവന്ന് നല്ലതായിരിക്കും. കാരണം മനസ്സോടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടും, പക്ഷെ നല്ല സാധനം കിട്ടില്ല. ഒരുപാട് പൈസ കൊടുത്ത് കഴിക്കേണ്ടി വരും. പിന്നെ അത് ശ്രദ്ധിക്കുക. പിന്നെ യൂട്ടിലിറ്റീസ് ഒരുപാട് കട്ട്ലറീസ് കൊണ്ടുപോകേണ്ട കാര്യമില്ല. കുക്കർ ഇമ്പോർട്ടന്റ് ആണ്. കുക്കർ ജർമ്മനിയിൽ കിട്ടൂല. കുക്കർ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ബാക്കി ഒരുപാട് കട്ട്ലറീസും മേടിക്കേണ്ട കാര്യമില്ല. ഈ പാനും മേടിക്കേണ്ട കാര്യമില്ല. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പാൻ WMF. അതായത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ പാനൊക്കെ മേടിക്കാനായിട്ട്. അവിടെ ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡ് മെയ്ഡ് ഇൻ ജർമ്മനിയാണ് വരുന്നത്. WMF ടഫൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ഈ പാനിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇതിനൊക്കെ. അതെ, അവിടുന്ന് മേടിക്കാന്നാണ് ഏറ്റവും നല്ലത്. കട്ട്ലറീസ് ഒക്കെ കൂടുതലും ഇവിടുന്ന് മേടിക്കാൻ നല്ലത്. പിന്നെ മെയിൻ ആയിട്ട് ഡ്രസ്സുകള് ഇവിടുന്ന്
നമുക്ക് അടിപൊളി നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഡ്രസ്സസ് ഇവിടെ കിട്ടും. അവിടെ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ മ്യൂട്ടഡ് ആയിട്ടുള്ള കളേഴ്സ് നമ്മള് നാട്ടില് ഇന്ത്യൻസ് പൊതുവെ കുറച്ച് കളർഫുൾ ഡ്രസ്സിങ്ങിന്റെ ആൾക്കാരാണെന്ന് അറിയാം. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മ്യൂട്ടഡ് ഫാഷൻ ആണ്, അതായത് ബ്ലാക്ക് വൈറ്റ് ഗ്രേ അങ്ങനത്തെ ഫാഷൻ ഡ്രസ്സുകൾ നമുക്ക് നാട്ടിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. അത് ഞാൻ മാക്സിമം അത് കൊണ്ടുപോകാറുണ്ട്. ഇവിടെ നിന്ന് തന്നെ കൂടുതൽ സംഭവം കൊണ്ടുവരാൻ അവിടെ അധികം കിട്ടാറില്ല. പിന്നെ ഈ ആൾട്ടർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും അവിടെ ഉണ്ട് നമുക്ക് ഡ്രസ്സസ് എടുത്താലും. പിന്നെ അവിടെ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ് ഇപ്പൊ ഓണം. ഓണത്തിനൊരു സാരി മുണ്ടെടുത്തിട്ട് ബാക്കപ്പ് ട്രഡീഷണൽ സാരി മുണ്ടൊക്കെ കൈ വെക്കുക. അത് പിന്നെ മെഡിസിൻസ് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ പറയാന്നുണ്ടെങ്കിൽ പനി ജലദോഷം അങ്ങനത്തെ എന്തെങ്കിലും മെഡിസിൻസ് കയ്യിൽ വെക്കുക. പിന്നെ എന്തെങ്കിലും പട്ടീസോ എന്തെങ്കിലും മൂവൊക്കെ പോലത്തെ എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സംഭവങ്ങള്. കാരണം ഇവിടെ ഡോക്ടറെ കാണാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെ. പക്ഷെ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് അവിടെ ഡോക്ടറെ കണ്ടിട്ട്? അതായത് എനിക്ക് കണ്ടന്റ് കിട്ടിയെന്നുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അനുഭവിച്ച ആൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു 2-3 മണിക്കൂറോളം ആള് എമർജൻസിയിൽ ആ ഒരു വേദന സഹിച്ച് ഇരുത്തി. കാണുമ്പോ ഒരു ഫൺ സാധനമായിരിക്കും. പക്ഷെ ഇല്ല, തരില്ല. അവൻ എനിക്ക് ഞങ്ങളോട് ചോദിച്ചപ്പോൾ ജർമ്മൻസ് കൂടുതൽ അത് യൂസ് ചെയ്യില്ല. കാരണം അവർ വളരെ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്. അവരുടെ ഫുഡും കാര്യങ്ങളും അവർ ഓയിലേ യൂസ് ചെയ്യില്ല. മെയിനായിട്ട് ഈ ബ്രെഡ് തന്നെയാണ്. അത് ബ്രെഡ് എന്ന് പറഞ്ഞാൽ ഈ സലാമി വെജിറ്റബിൾസ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഇതാണ് പ്രോപ്പർ ജർമ്മൻ ഫുഡ്. അല്ലാതെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഈ മെക്ഡിയും KFC ഒക്കെയാണ് അവരുടെ മെയിൻ ഫുഡ് എന്നാണ്. അല്ല, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പറയുന്നത് ബ്രെഡ്, അതായത് നല്ല തണുത്ത ബ്രെഡ് ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫ്രീസറിൽ നിന്നൊക്കെ എടുക്കുന്ന സലാമിയും ഫില്ലിങ്സും ഒക്കെ ആയിരിക്കും അവർക്ക്. വളരെ റോ ആയിട്ട് അവർ കഴിക്കും. റോ മീറ്റ് പോലെയാണ് അവർ കഴിക്കുന്നത്. നമുക്ക് കഴിക്കാൻ ഞാൻ 3 വർഷം എടുത്തു ഞാനത് ഈ സാധനം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തന്നെ. പിന്നെ ഈ ഡെന്റൽ പരമായിട്ടില്ലേ പല്ലിൽ കമ്പിടുക കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്നേ ചെയ്തു വരാം. ഇവിടെ പല്ലിൽ തൊടാൻ തന്നെ ചിലപ്പോൾ അവര് 100-300 യൂറോ മേടിക്കും. പല്ലിൽ കമ്പിടാന്ന് പറഞ്ഞാൽ ചിന്തിക്കുക വേണ്ട, നാട്ടിലേക്ക് പോവാന്നുള്ള സംഭവമുള്ളൂ. എനിക്കൊക്കെ ഒരു ഡെന്റൽ ഇഷ്യൂ വന്നിട്ട് ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ നാട്ടിൽ വന്നിട്ടാണ് ഫില്ലിംഗ് ഒക്കെ ചെയ്തത്. ഞാൻ അവിടുന്ന് ഫില്ല് ചെയ്തു. അവിടെ നിന്ന് 10,000 രൂപ 100 യൂറോ ഉണ്ട്. ഡെന്റലിന്റെ കാര്യത്തിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അത് ഒരുപാട് ഏരിയകളിൽ ഇൻഷുറൻസ് അവര് ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പോ ഡെന്റലിന് എന്തെങ്കിലും ചെക്കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് മെഡിസിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് വരാം. പിന്നെ അതിന്റെ ബില്ലും കയ്യിൽ വെക്കാം. ചിലപോലെ ആന്റിബയോട്ടിക്കും എന്തെങ്കിലും പെയിൻ കില്ലേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രിസ്ക്രിപ്ഷനും കയ്യിൽ വെച്ചിട്ട് വരിക. മെഡിസിൻ ഇമ്പോർട്ടന്റ് ആണ്. യെസ്. അപ്പൊ നമുക്കിനി അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് കടക്കാം, വിച്ച് ഇസ് റാപ്പിഡ് ഫയർ. അതായത് നമ്മുടെ റാപ്പിഡ് ഫയർ എന്ന് പറഞ്ഞാൽ അറിയാലോ, പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന ഉത്തരങ്ങൾ അങ്ങ് പറയാം. പ്രത്യേകിച്ച് അധികം ആലോചിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2 സിറ്റുവേഷൻ ഫ്രം യുവർ ലൈഫ് ഇൻ ജർമ്മനി. അതിലൊന്ന് തകർന്നടിഞ്ഞു എന്ന് വിചാരിച്ച അല്ലെങ്കിൽ എന്ന് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ആൻഡ് 2 ഭയങ്കര സന്തോഷം തോന്നിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. തകർന്നടിഞ്ഞതെന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ട്. അതായത് ആമസോണിൽ വാക്കിൻ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതേപോലെ ഒരു പോസ്റ്റർ ആയിരുന്നു ഞങ്ങൾ അവരുടെ കണ്ടത്. അതില് 12 AM എന്നാണ് അതില് എഴുതിയിട്ടുണ്ടായിരുന്നത് ടൈം. അതെ, പാതിരാത്രി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചത് 12 AM സാധാരണ വെക്കേണ്ടതല്ലോ എന്നുള്ള രീതിക്കായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു ചിലപ്പോ ഇന്റർവ്യൂ ഡയറക്റ്റ് എടുത്തിട്ട് അന്ന് തന്നെ ഷിഫ്റ്റിന് കയറാനായിരിക്കും എന്ന് വിചാരിച്ച് എല്ലാ ഡോക്യുമെന്റ്സ് എടുക്കാൻ പറഞ്ഞിരുന്നു. എന്നാലും എന്തൊരു മിസ്റ്റേക്ക് അടിച്ചു ഞങ്ങക്ക്. രാത്രി 12 മണിക്ക് ആമസോൺ പോലത്തെ ഒരു ഇന്റർവ്യൂ വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ആമസോൺ 3000 യൂറോ ബോണസ് ഉണ്ട് അവിടെ. പിന്നെ എന്തായാലും ഏത് പാതിരാത്രി ഞങ്ങള് നടന്നു പോകും. എന്നിട്ട് ഞങ്ങള് ആലൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇറങ്ങി ഏകദേശം ഒരു 3 കിലോമീറ്റർ നടക്കണം. അപ്പോൾ ഞങ്ങൾക്ക് മിസ്റ്റേക്ക് അടിച്ചു. കാരണം ജർമ്മനിയിൽ 8 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ്സൊന്നും ഉണ്ടാവില്ല. പിന്നെ അപ്പൊ ഞങ്ങൾ നടന്ന് ഞങ്ങൾ മുന്നിൽ പിന്നെ ഓട്ടോബാൻ എത്തി. ഹൈവേ സ്പീഡ് ലിമിറ്റ് ഇല്ല. അതിലൂടെ ഞങ്ങൾ നടന്നു, സൈഡിൽ ഓരം പിടിച്ച് ഞങ്ങളിങ്ങനെ നടന്നു. പക്ഷെ അത് ഞങ്ങൾ ചെയ്തു ഭയങ്കര വലിയൊരു മിസ്റ്റേക്കാണ്. എങ്ങനെ ഒരു പോലീസുകാരനോ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ അത് നടക്കാൻ പാടില്ല. കാരണം സ്പീഡ് ലിമിറ്റ് ഇല്ലാതെ വരുന്ന വണ്ടികളാണ്. എന്തോ പഠിച്ചവന്റെ ഇതുകൊണ്ട് അവിടെ എത്തിയിട്ട് അപ്പൊ അവര് പറയാം അയ്യോ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു. എന്നിട്ട് PM ആണ് ഉദ്ദേശിച്ചതെന്ന്. ഞാനത് റീലായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് രാത്രി അവിടെ കിടന്നുറങ്ങിയിട്ട് രാവിലെ HR ടീമൊക്കെ വന്നിട്ടാണ്
ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുപാട് സ്റ്റോറി പറഞ്ഞിട്ട് അവര് മിസ്റ്റേക്ക് ആണല്ലോ, ഒരുപാട് സ്റ്റോറിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വിട്ട് ഞങ്ങൾ അവർക്ക് ജോലി. ഇന്റർവ്യൂ ഉണ്ടായോ? ഇന്റർവ്യൂ ഒന്നും എന്നെ ഇല്ല, ഞങ്ങൾ കേട്ടി ഡയറക്റ്റ് നമുക്ക് കിട്ടി. കിട്ടി അതെ. പക്ഷെ നമ്മള് ചോദിക്കണായിരുന്നു ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞേ. പക്ഷെ നിങ്ങൾ ആ ഒരു ജീവൻ റിസ്ക് എടുത്തായിരുന്നു നിങ്ങൾ അതിന് പോയത്. എല്ലാരും കൂടി ഉള്ളതുകൊണ്ട് റിസ്ക് എടുത്തു. ഞാൻ വീട്ടിൽ തിരിച്ചു പോകും. ഓക്കെ. പക്ഷെ എന്നാലും ഓട്ടോ ബാനിൽ ഈ പറഞ്ഞ സ്പീഡ് ലിമിറ്റ് ഇല്ലാത്തൊരു ഹൈവേ ആകുമ്പോ നിങ്ങക്ക് തോന്നിയില്ലേ ചെറുപ്പാഞ്ഞു വരുന്ന വണ്ടികൾ? അത് ഞങ്ങൾക്ക് 3000 ബോണസ് വേണ്ടത്. ഓക്കെ. പക്ഷെ എന്തായാലും ഫോർച്ചുനേറ്റ്ലി ഒന്നും സംഭവിച്ചില്ല. സംഭവിക്കേണ്ടതായിരുന്നു. ആരും ചെയ്യരുത്. ഓട്ടോബാനി കൂടെ നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നം പോലും കാണരുത്. അത് വളരെ വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ഓക്കെ ഫൈൻ. ഇനി ഏറ്റവും സന്തോഷം തോന്നിയൊരു മൊമെന്റ്? ഞങ്ങളെല്ലാരും സിനിമയിലെടുത്തു. അതെ, 3 കോംറേഡ് എന്ന് പറഞ്ഞ ജർമ്മൻ സിനിമ. അത് റിലീസായോ ഇല്ലെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അത് ഞങ്ങളെ ഒരു കൊളീഗ് വഴി ഞങ്ങൾക്ക്, അതായത് ആ പുള്ളിക്കാരൻ നമ്മുടെ വ്ളോഗ്സ് ഇവിടുന്ന് കണ്ടിട്ടുണ്ട്. മീൻസ് എൻ്റെ ഞങ്ങളുടെ റൂംമേറ്റ് ആണ്. ആ പുള്ളിക്കാരൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ജർമ്മനാണ് അസിസ്റ്റന്റ് ഡയറക്ടറാണ് പുള്ളിക്കാരൻ. ഞങ്ങള് അൽമാൻട്രിയിൽ ഞങ്ങൾ താമസിക്കുന്ന അപ്പുറത്തേക്ക് ഉള്ളതാണ്. അപ്പോ ആള് അത്യാവശ്യമായിട്ട് നല്ലൊരു കമ്പനിയാണ് ആള്. പിന്നെ സിനിമ ഡിസ്കസ് ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം സിനിമ ഡിസ്കസ് ചെയ്യാനായിട്ട്. അപ്പൊ പുള്ളിക്കാരൻ നമ്മള് വ്ളോഗും കാര്യങ്ങളും, നമ്മളെ ഗ്യാങ് മൊത്തം എല്ലാവരും ഇന്ത്യക്കാരാണല്ലോ, 5-6 പേര് ഇന്ത്യക്കാരാണ്. അപ്പൊ അവര് പറഞ്ഞൊരു ചാൻസ് ഉണ്ട്, ഒരു ദിവസം ഷൂട്ട് ഇത്ര എമൗണ്ട് കിട്ടുന്നത്. ഞാൻ പറഞ്ഞ എമൗണ്ട് ഒന്നും വേണ്ട, അത് എവിടെയെങ്കിലൊക്കെ ഒന്ന് നിന്നാ മതി. എന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നാമത് ആ ഒരു എക്സ്പീരിയൻസ്. അത് ഇവരെങ്ങനെയാണ് ജർമ്മനിൽ ഒരു സിനിമ എടുക്കുന്നത്. ഇപ്പൊ ഡാർക്ക് പോലെ വെബ് സീരീസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അത് നമുക്ക് നേരിട്ട് കാണണം. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവര് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ബ്ലാക്ക് ഇടണം, പിന്നെ ഇപ്പൊ ഒരു ഷൂടാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബ്രാൻഡ് നെയിം ഒക്കെ കവർ ചെയ്യണം. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതന്നെ ആ ഒരു 2 പാർട്ടായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് അതില് അവിടുത്തെ സെറ്റിലെ ഫുഡ് എന്താണ് ഫുഡ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാനാണെങ്കിൽ പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. വേണ്ട, ഞാൻ എല്ലാരും പൊക്കിക്കൊണ്ട് ഞങ്ങൾ 6-7 പേരും കൂടി ഞങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആവാൻ പോയി ജർമ്മൻ സിനിമയില്. എന്താ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ല. അത് എന്നിട്ട് ഇത്രയൊന്നും ഷൂട്ട്, അതായത് ഒരു പബ്ബില് ഡാൻസേഴ്സ് ആയിട്ട് ഞങ്ങള് ഇത് ഇരുട്ടത്തും ഡാൻസ്, അവർ പറയുമ്പോ ഡാൻസ് കളിക്കുക. പിന്നെ അവര് ഡയലോഗ് പറയുമ്പോ തിരിച്ചെന്തോ ഷ്നെൽ എന്ന് പറഞ്ഞ വേഗം ഫാസ്റ്റ് എന്നുള്ള എന്തോ ഒരു ഓഡിയൻസ് പറയുന്ന ഒരു സംഭവമാണുള്ളത്. അത് റീടേക്കും പക്ഷെ ആ ഒരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. മനസ്സിലായി. പിന്നെ അവിടുത്തെ ഫുഡും അവർ അടിപൊളി നമ്മൾ ട്രീറ്റ് ചെയ്തു. അതായത് എനിക്ക് തോന്നുന്നു ജൂനിയർ ആർട്ടിസ്റ്റിനോട് ട്രീറ്റ്മെന്റ് എല്ലാവരും യങ്സ്റ്റേഴ്സ് ആയിരുന്നു. എല്ലാവരും ഒരു ഫിലിം സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് തന്നെയായിരുന്നു. അല്ല, ഫിലിം തന്നെയാണ്. 3 കോംറേഡ്സ് എന്നാണ് സിനിമയുടെ പേര്. എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു 130 യൂറോ, അത് ഏകദേശം 13,000 നമുക്ക് എമൗണ്ടും കിട്ടി. എനിക്ക് എമൗണ്ട് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് ഞാൻ ലൈഫിൽ മറക്കാൻ പറ്റത്. അടിപൊളി. അതെല്ലാവർക്കും കിട്ടുന്ന ഒരു സംഭവം അല്ല, ഭയങ്കര റെയർ, 1 in a million മൊമെന്റ് ആയി. സോ ഒരു ഏജൻസിയെ നമ്മളിപ്പോ ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ നേരത്തെ, അങ്ങനെ ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് പറഞ്ഞു. സോ വാട്ട് ആർ ദ 5 things അല്ലെങ്കിൽ some things that you think, what are some tips that you should give for students to select the right agency while going for abroad education services? ഫേക്ക് പ്രോമിസ് കൊടുക്കുന്ന ഒരുപാട് ഏജൻസീസ് ഉണ്ട്. അതായത് നിങ്ങളോട് എത്തിയാൽ മതി, പാർട്ട് ടൈം സെറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ എല്ലാ ഫീസും ഇതൊക്കെ അടഞ്ഞു പോകും. വീട്ടിലേക്ക് ഫണ്ട് അയക്കാൻ ഇത്ര എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും. റിയാലിറ്റി അറിഞ്ഞിട്ട് വരിക, ഫേക്ക് പ്രോമിസ് കൊടുക്കാതിരിക്കുക. കറക്റ്റ് എന്താണോ റിയാലിറ്റി അത് നോക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഗൂഗിൾ റിവ്യൂസും, പിന്നെ അവരെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നമുക്കറിയാലോ അവരെ പേജിന്റെ റീച്ചും, പിന്നെ അവരുടെ ടെസ്റ്റിമോണിയൽ, അവർ വഴി പോയിട്ടുള്ള സ്റ്റുഡൻസ് എങ്ങനെയൊക്കെയാണ് അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ നോക്കി സെലക്ട് ചെയ്യുന്നത് എപ്പോഴും ബെറ്റർ ആണ്. പിന്നെ ഈ കൺസൾട്ടൻസി ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഓരോ ദിവസം ഓരോ കൺസൾട്ടൻസി വരുന്നുണ്ട്. അപ്പോൾ ഇത്ര ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഏതെങ്കിലും ഒരു കൺസൾട്ടൻസി ചൂസ് ചെയ്യുന്നത് എപ്പോഴും ബെറ്റർ ആണ്. സോ ഇനി ഇപ്പോൾ ഒരുപാട് പേര് പഠിക്കാൻ ആയിട്ട് ഇപ്പോൾ വരാൻ നിൽക്കുകയാണ് ജർമ്മനി അല്ലെങ്കിൽ ഓസ്ട്രിയ, കുറേ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്. അവരോടൊരു ഒറ്റ പീസ് ഓഫ് അഡ്വൈസ് പറയാനാണെങ്കിൽ എന്തായിരിക്കും? അതായത്
സ്വർഗത്തിലേക്കല്ല നിങ്ങൾ വരുന്നത്. എന്തായാലും സ്ട്രഗ്ലിംഗ് ഉണ്ട്, അത്യാവശ്യം നല്ല രീതിക്ക് സ്ട്രഗ്ലിംഗ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു വെളിച്ചമുണ്ട്. സ്റ്റിൽ ജർമ്മനി എനിക്ക്, ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിട്ട് ഞാൻ കാണുന്നത് ജർമ്മനിയിലേക്ക് വന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും കൺട്രിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ലായിരിക്കും. സ്റ്റിൽ ഇവിടെ ഒരു ഹോപ്പ് ഉണ്ട്, ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് ഒരാളുടെ വാക്ക് കേട്ടിട്ട് വരാതിരിക്കുക. അവൻ പോയി ഇവൻ പോയി, അതായത് ഒരു ബന്ധമില്ലാത്ത ഒരു നഴ്സിംഗ് എടുത്തു, നിങ്ങളെ സ്ട്രീമിൽ പറ്റിയിട്ടുള്ള കോഴ്സ് സെലക്ട് ചെയ്ത് പഠിക്കാനായിട്ട് വരിക. ശരി. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഇവിടെ എത്തിയ വശം തന്നെ ഈ മെഗ്ഡി KFCയിലൊക്കെ പാർട്ട് ടൈം നോക്കാതിരിക്കുക. ഇപ്പം ഞാൻ നോക്കിയതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നമ്മൾക്ക് അത് പറഞ്ഞു തരാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. മെയിനായിട്ട് നിങ്ങൾ അക്കാദമിക്കലി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ഹിവി വർക്ക് സ്റ്റുഡൻറ് ഇന്റേൺഷിപ്പ് പോലത്തെ പ്രോഗ്രാംസ് ചെയ്യുന്നതാണ്. അതൊന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റുമോ? ഹിവി എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു വർക്ക് സ്റ്റുഡന്റ് ആണ്. അവിടെ തന്നെ കിട്ടുന്ന പാർട്ട് ടൈം ആണ്. അതായത് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന പാർട്ട് ടൈം ആണ്. അതായത് ഡോക്യുമെന്റേഷൻ ആയിരിക്കാം, പിന്നെ എന്തെങ്കിലും റിസപ്ഷനിലായിരിക്കാം, പിന്നെ പ്രസന്റേഷൻ. പിന്നെ ഞങ്ങൾ അവിടെ ഉണ്ട്, ഞാനിപ്പോൾ താമസിക്കുന്ന ഒരു ഹോസ്റ്റലാണ്. ഹോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് 3000+ സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ജർമ്മനിയിലെ ഏറ്റവും വലിയൊരു ഫെസിലിറ്റിയാണ് സ്റ്റുട്ട്ഗാർട്ടിലിരിക്കുന്നത്. അവിടെ തന്നെ സബ്ലെറ്റ് കമ്മിറ്റി ഉണ്ട്, അതായത് അവിടുത്തെ റെന്റൽ കമ്മിറ്റി ഉണ്ട്. ഇതൊക്കെ എല്ലാം മാനേജ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്. സ്പോർട്സിന്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്. അവിടെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. ആ ജോബ്സ് നമുക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവർക്ക് കിട്ടും. അതിന് അപ്ലൈ ചെയ്യുക. അല്ലാതെ ഓടി ചാടി കയറി പോയിട്ട് ആമസോണിലും ഇവിടെയും ചെയ്യാതിരിക്കുക. ആമസോണിലൊക്കെ ചെയ്ത് നല്ലതാണ്, എമൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അക്കാദമിക്കലി നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ്. ഇതാണ് ഗ്രോ ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ഹിവി വർക്ക് സ്റ്റുഡന്റ് ഒക്കെ ഇതുപോലെ തന്നെയാണ്. പിന്നെ ഏതെങ്കിലും കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യാം, തീസിസ് ചെയ്യാം. അതായത് പാർട്ട് ടൈം എന്നുള്ള ലൂപ്പിൽ പെടാതെ നോക്കുക. മനസ്സിൽ പെട്ടി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇറങ്ങി വരാനായിട്ട്. അത് വലിയൊരു അഡ്വൈസ് തന്നെയാണ് കുട്ടികൾക്ക്. അതെ, ഞാൻ എല്ലാ സ്റ്റുഡൻസിനോടും പറയുന്നത് ആദ്യം തന്നെ എന്തെങ്കിലും പാർട്ട് ടൈം നോക്കുന്നതിന് മുൻപേ യൂണിവേഴ്സിറ്റി ജോബ്സ് ഉണ്ടാവും. ഇത് പറയുന്ന ടൈപ്പ് എല്ലാ ജോബ്സും ഈസി ജോബ്സ് ആയിരിക്കും. ഈ കറങ്ങണ കസാരയിൽ ഇരുന്നിട്ട് തന്നെ നമുക്ക് പാർട്ട് ടൈം കഷ്ടപ്പാടില്ല. അതെ, ഇപ്പൊ ആമസോണിൽ പോയി കഴിഞ്ഞാൽ ഫിസിക്കലി ഉള്ള കഷ്ടപ്പാടുകൾ ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ അത്രയ്ക്കില്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നമ്മുടെ കോഴ്സ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഒരുപാട് ജോലികൾ കിട്ടും. ഇപ്പോൾ ലാബിലൊക്കെ അസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് പ്രൊഫസർ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ നമുക്ക് കിട്ടും. അത് കൂടുതലാണ്, അതെ, കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. പിന്നെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് തൊട്ട് അപ്പുറത്ത് തന്നെ പോയിട്ട് വർക്ക് ചെയ്ത് തിരിച്ചു വരാൻ പറ്റും. മെൻസ അവിടുത്തെ യൂണിവേഴ്സിറ്റി മെസ്സിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് അത് വെയിറ്റർ ആയിരിക്കില്ല, അതായത് അവിടുത്തെ ബില്ലിംഗ് ആയിരിക്കും, അവിടുത്തെ കോർഡിനേഷൻ ആയിരിക്കും. അങ്ങനത്തെ ഒരു യൂണിവേഴ്സിറ്റിയുടെ സറൗണ്ടിങ്സിൽ തന്നെ ഒരുപാട് ജോബ്സ് ഉണ്ട്. അത് നോക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ പഠിത്തം, അതെ, ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ നമ്മുടെ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല പേയും ഉണ്ടാവും, അധികം സ്ട്രെസ്സും ഉണ്ടാവില്ല. അക്കാദമിക്കലി നമുക്ക് അത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അത് ആദ്യം ചൂസ് ചെയ്യുക. ഇനി നമ്മളുടെ റാപ്പിഡ് ഫയറിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോൾ കുറേ സ്ഥലങ്ങൾ പോയി എന്ന് പറഞ്ഞല്ലോ. കുറേ സ്ഥലങ്ങളിൽ ഒരു 3 സ്ഥലം ടോപ്പ് 1, 2, 3 പറയാനാണെങ്കിൽ ഏതായിരിക്കും? ടോപ്പ് 1, 2, 3 എനിക്ക് ബാഴ്സലോണ, എനിക്ക് ആ ഫുട്ബോൾ എന്നുള്ള രീതിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള സ്ഥലമാണ്. പിന്നെ പ്രാഗ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ആംസ്റ്റർഡാം ഇഷ്ടമാണ്. ആംസ്റ്റർഡാം അടിപൊളിയാണ്. ഇനി ജർമ്മനി അത്യാവശ്യം കറങ്ങിയിട്ടുണ്ടല്ലോ. ജർമ്മനി കറങ്ങിയിട്ടുണ്ട്. അപ്പൊ ജർമ്മനിയിലെ 3 സ്ഥലങ്ങൾ ഏതായിരിക്കും ടോപ്പ് 1, 2, 3 പറയുകയാണെങ്കിൽ? സ്റ്റുട്ട്ഗാർട്ട്, ഓഫ് കോഴ്സ്, ഹോം ഗ്രൗണ്ട്. ഞാൻ ജർമ്മനിക്ക് ആര് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റുട്ട്ഗാർട്ട് കാണാനുള്ള സ്ഥലമുണ്ട്. പിന്നെ കൊളോൺ കത്തീഡ്രൽ, അത് കണ്ടേ പറ്റൂ. പിന്നെ ബെർലിൻ ബ്രാൻഡൻബർഗ് എന്ന് പറഞ്ഞ ഒരു സൈഡ് ഉണ്ട്, അതും വളരെ പോർഷായിട്ടുള്ള ഒരു ഏരിയ, ടൂറിസ്റ്റ് ഏരിയയാണ്. യെസ്, അപ്പൊ നമ്മൾ റാപ്പിഡ് ഫയർ അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഫൈനലി കുറച്ച് കാര്യങ്ങളോട് ചോദിക്കാനുണ്ട്. അതായത് ഇപ്പോൾ പലരും ഒരുപാട് ലോണൊക്കെ എടുത്തിട്ട് വേണോ അങ്ങനെ പോകാനായിട്ട്, അങ്ങനെ ഒരു
ഡൗട്ടിലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നു നമ്മളുടെ എക്സ്പീരിയൻസ്? ഇപ്പൊ ലോൺ എടുത്താൽ തന്നെ ആയാലും അതൊക്കെ റീപേ ചെയ്യാനുള്ള ഒരു സാവകാശം കിട്ടുന്നുണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു? കിട്ടും. എൻ്റെ എല്ലാ ലോൺ ഞാൻ ക്ലോസ് ചെയ്തു. ആദ്യത്തെ ഒരു 1.5 വർഷത്തിനുള്ളിൽ തന്നെ എല്ലാതും റീപേ ചെയ്തു, സ്റ്റേബിളായി. അതിന് അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ആദ്യത്തെ ഒരു 1.5 വർഷം തന്നെ ഞാൻ പറഞ്ഞ ഈ ബ്രേക്ക് ഒക്കെ എടുത്ത് അത്യാവശ്യം പാർട്ട് ടൈം ഒക്കെ ചെയ്ത് റീപേ ചെയ്ത്. വലിയൊരു റിസ്ക് അല്ല. ജർമ്മനി എനിക്ക് തോന്നുന്നു വലിയ റിസ്ക് അല്ല. ജർമ്മനി എന്ന് തോന്നുന്നു ഓസ്ട്രിയയും ആണെങ്കിലും ഓസ്ട്രിയയിലും ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് വേണ്ട. ജർമ്മനിയിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ട് വേണം. അതാണ് ഏറ്റവും വലിയ ഒരു അറേഞ്ച് ബുദ്ധിമുട്ട്. പക്ഷേ അത് നമുക്ക് വേണം, ഒരു അനുഗ്രഹം തന്നെയാണ്. അതെ, നമുക്കൊരു ഒരു പാർട്ട് ടൈം ജോബ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം, ബ്ലോക്ക്ഡ് അക്കൗണ്ട് നമുക്ക് സേവ് ചെയ്യാം. ഒന്നെങ്കിൽ സേവ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലേക്ക് അയക്കാം. പാർട്ട് ടൈം കിട്ടിയാൽ എല്ലാതും ഓക്കെയാണ്. പാർട്ട് ടൈം പ്ലസ് ഒരു മിനി ജോബ് ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റാണ്. ഇപ്പൊ പേയും കൂടി തുടങ്ങി. പിന്നെ ചോദിക്കാനുള്ളത്, എല്ലാവർക്കും അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും, എന്താണ് ഭാവി പരിപാടികൾ? ജർമ്മനി തന്നെയാണ് ഭാവി. ഓക്കെ. അതായത് അവിടെ തന്നെ ഒരു ജോലിയൊക്കെ അന്വേഷിക്കാനുള്ള ഒരു പ്ലാനിലാണ്. കാരണം എനിക്ക് ജർമ്മനി ഇഷ്ടമാണ്. വേറെ ഒന്നുകൊണ്ടല്ല, എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും നാട്ടിലേക്കും വരുന്നുണ്ട്. ഒരു സെക്കൻഡ് ഹോം കോണ്ടാക്ട് ഉണ്ട്. അതെ, ഒരു സെക്കൻഡ് ഹോം ആയിട്ട് തന്നെ ജർമ്മനി എനിക്ക് ഇഷ്ടപ്പെടും. എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. ജർമ്മനി തന്നെയാണ്. അതെ, നിൽക്കാനാണ് നിലവിലെ പ്ലാൻ. ഇനിയിപ്പോ കോഴ്സ് കഴിഞ്ഞു, ഇനി ജോലി നോക്കണം. അതിന്റെ കൂടെ എനിക്കൊരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആഗ്രഹങ്ങളുണ്ട്. ബെർലിൻ സൈഡിലൊക്കെ ഒരു ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് നടക്കുമായിരിക്കും. അതെന്തായാലും ഒരു ഇൻസൈറ്റ് ആയി. കാരണം ഈ ബിസിനസ്സിനൊക്കെ എങ്ങനെയാണ്, അത്യാവശ്യം ഓപ്പർച്യൂണിറ്റി ഉണ്ടോ അവിടെ ജർമ്മനിയിൽ? ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പക്ഷെ ഈസി അല്ല. അതായത് നമുക്ക് തോന്നുന്നു ലാംഗ്വേജിന്റെ ഒരു ബാരിയർ നമുക്ക് എപ്പോഴും ഉണ്ട്. നമ്മൾ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടുത്തെ ഒരു സിറ്റിസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാതും ഈസിയാണ്. മനസ്സിലായി. ആ ഒരു കോണ്ടാക്ട് നമ്മൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അതാണ് വേറൊരു സംഭവം. അതായത് പല മലയാളികളും അവരുടെ ആ ഒരു സർക്കിളിൽ മാത്രം. അതാണ് എനിക്ക് സ്റ്റുഡൻസിനോട് പറയാനുള്ളത്. അതായത് ഞാനും ആദ്യം ഇങ്ങനെയായിരുന്നു. സ്റ്റുഡൻസ് ആയിട്ട് ഞങ്ങൾ വേറെ ആരായിട്ട് കമ്പനി ആവുന്നില്ല. പക്ഷെ ഞാനിപ്പോ ഹോസ്റ്റലിലേക്ക് മാറിയ പിന്നെ ഫുൾ ഇന്റർനാഷണൽസ് ആയിരിക്കും. ഇവരുടെ കൂടെ ഫുട്ബോൾ കളിക്കാൻ പോകും, വോളിബോൾ കളിക്കാൻ പോകും. പിന്നെ വർക്ക് ചെയ്യുന്നിടത്തും ഈ പറയുന്ന ജർമ്മൻസ് ആയിരിക്കും. അപ്പോ ആ ഒരു ഫീല് ഭയങ്കരമാണ് എനിക്ക്. നമ്മൾ ഫുഡ് സ്റ്റൈലില് വ്യത്യാസം വരും, ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസം വരും. അത് എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ആ ഒരു സർക്കിളിൽ, ആ ഒരു കംഫർട്ട് സർക്കിൾ നമ്മൾ ബ്രേക്ക് ചെയ്യണം. നല്ല ബുദ്ധിമുട്ടാണ്, പക്ഷെ ബ്രേക്ക് ഞാൻ രണ്ടും കൊണ്ട് മാനേജ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഓക്കെയാണ്. എനിക്ക് അവരും ഭയങ്കര കംഫർട്ടാണ്. സോ ഇപ്പോ ഈ ഒരു ഹോൾ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരൻസും ഉണ്ടാവും. അതായത് ഭയങ്കര തോട്ട്സ് ആയിരിക്കും അവർക്ക്. അതായത് എങ്ങനെ എന്റെ പിള്ളേരെ വിടും ഒരു രാജ്യത്തേക്ക്? ഐം ഷുവർ ഷിയാദിന്റെ പാരന്റ്സിനും അങ്ങനെ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? അവരോട് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു പാരന്റ്സിനോട് പറയാനുള്ളത്, മക്കളുടെ ഇഷ്ടം മാക്സിമം നോക്കുക. അതായത് അപ്പുറത്തെ വീട്ടിൽ അവർ പോയി, ഇപ്പുറത്തെ വീട്ടിൽ ഇവർ പോയി, ഫ്രണ്ടിന്റെ ഇവര് പോയി എന്ന് വെച്ചിട്ട് പറഞ്ഞ പോലെ തന്നെ നഴ്സിങ്ങിന് പോയിട്ടുണ്ടാവും. ചിലപ്പോൾ BCom ആയിരിക്കും ആളുടെ മോള്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആയിരിക്കും. ഒട്ടും താല്പര്യമില്ലാത്ത ഫീൽഡിൽ അവർ ഫോഴ്സ്ഫുള്ളി ഒരുപാട് പാരന്റ്സ് ചെയ്യുന്നുണ്ട്. അവരാഗ്രഹിക്കുന്നത് ചിലപ്പോൾ ഒരു നല്ലൊരു ഫ്യൂച്ചർ ആയിരിക്കാം, പക്ഷെ ഇവർ ഒരുപാട് ഇതിനിടയിൽ പെട്ട് എടുക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അവര് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഒരുപാട് ഫോഴ്സ് ചെയ്തിരിക്കുക. അവരുടെ ഇഷ്ടത്തോടെ അവരാണല്ലോ പഠിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അവരാണ് സ്ട്രഗിൾ ചെയ്യേണ്ടത്. അത്യാവശ്യം നല്ല സ്ട്രഗ്ലിംഗ് ആണ്. അപ്പോ അത് ആ ഒരു ഇമ്പോർട്ടൻസ് അവരുടെ ഇഷ്ടത്തിന്, അതായത് നിങ്ങളെ ഇഷ്ടം പുറത്ത് പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ, അവർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർ പഠിച്ചിട്ടുള്ള ഫീൽഡിൽ മാക്സിമം ചെയ്യാൻ എൻകറേജ് ചെയ്യുക. വേറൊരു കൺസേൺ എന്ന് വെച്ചാൽ പുറത്ത് വിടാൻ തന്നെ ഭയങ്കര പേടിയാണ്. അപ്പൊ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന പാരന്റ്സിനോട് എന്താ പറയാനുള്ളത്? എനിക്ക് പുറത്ത് വിടണം. ശരിക്കും പറഞ്ഞാൽ നമ്മള് ഒരു കംഫർട്ട്. ഇപ്പൊ എന്റെ കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു ഫുഡ് കഴിച്ചാൽ ആ ഒരു പ്ലേറ്റ് കഴുകാൻ വരെ എൻ്റെ ഉമ്മാനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് വളരെ മോശം ഒരു കാര്യമാണ് എന്ന് എനിക്ക് തിരിച്ചറിവ് കിട്ടിയത് ഞാൻ സ്വന്തമായിട്ട് പോയപ്പോഴാണ്. അങ്ങനെ ഒരുപാട് തിരിച്ചറിവുകളുണ്ട്. നമുക്ക് വളരെ ചെറിയ കാര്യമായിട്ട് തോന്നുമായിരിക്കും, പക്ഷെ പറഞ്ഞ പോലെ ഒരു വേസ്റ്റ് മാനേജ്മെന്റ്, ഒരു ലേസി കഴിച്ച് കഴിഞ്ഞാൽ അതിന്റെ പാക്കറ്റ് നിലത്തിടുക എന്നുള്ളത് അവിടെ ചെന്നിട്ട് ആരും പറയാതെ നമ്മൾ പഠിക്കുന്നുണ്ട്. സ്വയം നിൽക്കുന്ന സെൽഫ് ഇൻഡിപെൻഡന്റ്
ഇൻഡിപെൻഡന്റ് ആവാൻ ഇതിനോടകം വേറൊരു മാർഗ്ഗമില്ല. അതായത് വേറെ കൾച്ചറായിട്ടാണല്ലോ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ചിലപ്പോൾ അത് തൃശ്ശൂരിൽ നിന്ന് ഇപ്പൊ കൊച്ചിയിലോട്ടോ ബാംഗ്ലൂർ മാറിയാൽ ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരില്ല. ഇന്റർനാഷണൽ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എനിക്ക് തോന്നുന്നു അനുഭവിച്ചാലേ അറിയാൻ പറ്റൂല. അനുഭവിച്ചത് നമുക്ക് കിട്ടും അത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഒരു പേടി ഫാക്ടർ ഉണ്ട്. അതായത് ഇവൻ ഇതൊക്കെ ചെയ്യോ, പുറത്തു പോയിട്ട് തന്നെ മാനേജ് ചെയ്യോ? അതായത് അത്രയും കംഫർട്ട് സോണിൽ നിർത്തിയിട്ടായിരിക്കും കുട്ടികളെ വളർത്തുണ്ടാവാം. അപ്പോ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്നവരോട് എന്താ പറയാനുള്ളത്? ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ അവരെ വിടുക, പിന്നെ അവര് നോക്കിക്കോളും. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ വീടൊന്നും വിട്ടിട്ട് പുറത്ത് പോയിട്ടില്ല. ഫസ്റ്റ് ടൈം എനിക്ക് പോകുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അത് പുതിയ സ്ഥലം ഇത് പക്ഷെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ മൈൻഡിൽ വെക്കുക. പക്ഷെ വൺസ് എത്തി കഴിഞ്ഞാൽ നമ്മളത് സ്ട്രഗിൾ ചെയ്യും. എന്ത് വന്നാലും നമ്മൾ സ്ട്രഗിൾ ചെയ്യും, അത് ഉറപ്പാണ്. അത് ആരാണെന്നുണ്ടെങ്കിലും ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ഒക്കെ അത്യാവശ്യം മെച്യൂരിറ്റി വന്നിട്ടുണ്ട് അവർക്കൊക്കെ. ഇത് ബ്രേക്ക് ചെയ്താലേ ഇത് നടക്കുള്ളൂ. അല്ലാതെ എന്നും വീട്ടുകാരുടെ ആ ഒരു ഇതിൽ നിന്ന് കഴിഞ്ഞാൽ ഗ്രോത്ത് ഉണ്ടാവില്ല. അതെ. അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും ഒരുപാട് ഈ പറഞ്ഞ സ്റ്റുഡൻസ് ഒക്കെ ഇപ്പോ ഷിഹാദിക്കെ ഫോളോ ചെയ്തിട്ടാണ് ജർമ്മനിയിലത്തെ ഓരോ കാര്യങ്ങൾ അറിയുന്നത്. അപ്പോ നിങ്ങളുടെ സ്വന്തം ഓഡിയൻസ് ഇപ്പോ ഒരുപാട് പേര് കാണുന്നുണ്ടാവും. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്, സ്വന്തം ഫോളോവേഴ്സിനോട്? നന്ദി, താങ്ക്സ് ആണ് പറയാനുള്ളത്. ആദ്യം തന്നെ ഇവിടെ ഒന്നിങ്ങനെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഞാനിപ്പോൾ നിങ്ങൾ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയായിട്ട് എന്തൊക്കെയാണോ അനുഭവിച്ചിട്ടുള്ളത്. ഞാൻ ജർമ്മനി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ജർമ്മനി ഒരുപാട് പൊക്കിയിടൽ ഞാൻ സംസാരിച്ചിട്ടില്ല. ജർമ്മനിയിലെ ഡ്രോബാക്സ് ഉണ്ട്. മെഡിക്കൽ സിസ്റ്റം എനിക്ക് ഇഷ്ടം, ഇന്ത്യയിലെ മെഡിക്കൽ സിസ്റ്റമാണ് ഇഷ്ടം. പക്ഷെ ഒരുപാട് ഗുണങ്ങളുണ്ട് അവിടുത്തെ യൂണിവേഴ്സിറ്റി, അവിടുത്തെ ലെക്ചേഴ്സ്, അവിടുത്തെ അവർ പഠിപ്പിക്കുന്ന ഒരു രീതികൾ, നമുക്ക് ആവശ്യമുള്ളത് എന്തോ അത് പഠിക്കാം. നമ്മുടെ സമയത്തിന് പഠിക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എക്സാം എൻറോൾ ചെയ്താൽ മതി. അങ്ങനത്തെ ഒരുപാട് ഫ്ലെക്സിബിൾ ആണ്. അതായത് ഒരു പ്രഷർ ഇല്ല നമുക്ക്. അതായത് ഇത് കഴിഞ്ഞാൽ അടുത്ത സെം അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് ബ്രേക്ക് ഒക്കെ എടുത്ത് പഠിക്കാൻ പറ്റും. ഏറ്റവും നല്ല ഓപ്ഷനാണ് ജർമ്മനി, ഓസ്ട്രിയ ഒക്കെ ഒരുപാട് നല്ല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോ പഠിക്കുക വന്നിട്ട് അതായത് എല്ലാവരും ഇപ്പൊ പാരന്റ്സ് ആണെന്നുണ്ടെങ്കിലും പാർട്ട് ടൈം കിട്ടും. പാർട്ട് ടൈമിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടെ പഠിക്കുക. ആദ്യം തന്നെ ഈ പറഞ്ഞ ഹെവി വർക്ക് സ്റ്റുഡൻ്റ് ഒക്കെ പോലത്തെ പ്രോഗ്രാംസ് നോക്കുക. ഇന്റേൺഷിപ്പ് ചെയ്യുക, ഏതെങ്കിലും കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യുക, തീസിസ് ചെയ്യുക. ബെൻസ്, ബോഷ് ഇവരൊക്കെ നമ്മളെ എടുക്കും. ഒരുപാട് ഇന്ത്യൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ തന്നെ ഫുൾ ടൈം നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഒരുപാട് എനിക്ക് തോന്നുന്നു ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. പക്ഷെ കറക്റ്റ് അത് യൂസ് ചെയ്യണം. ഒരാൾ കണ്ടിട്ട് അവന് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞിരിക്കരുത്. നമുക്ക് കിട്ടും, എല്ലാതും കിട്ടും. എല്ലാം മണ്ണ് നമുക്ക് എല്ലാം തരും. എനിക്ക് പേഴ്സണലി ജർമ്മനി ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ജർമ്മനി സ്റ്റിൽ റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥലമാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് ഓൾ ദി ഇൻഫർമേഷൻ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി, ലൈക്ക് ലിറ്റിൽ തിങ്സ്. പക്ഷെ എങ്ങനെ ആസ് എ പേഴ്സൺ ഷിഹാദ് മാറി എന്നുള്ളതും എനിക്ക് ഈ ഒരു കോൺവെർസേഷൻ മനസ്സിലായി. ഐ എം ഷുവർ ദി ഓഡിയൻസ് വുഡ് ഹാവ് ഫൗണ്ട് ദ സെയിം. നാട്ടിൽ വളരെ കുറച്ച് ദിവസമുള്ളൂ എന്ന് അറിയാം, പക്ഷെ ആ ഒരു സമയം കണ്ടെത്തി ഇവിടെ വരാൻ പറ്റിയില്ല. ഐ എം സോ ഹാപ്പി. ഐ എം ഷുവർ ദി ഓഡിയൻസ് ഇസ് ഓൾസോ ഹാപ്പി. അപ്പോൾ താങ്ക് യു എവ്രി വൺ ഹു വാസ് വാച്ചിങ് ദിസ്. അപ്പോൾ കൂടുതൽ unfiltered conversations in study abroad-ഉമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. So until the next episode, this is Keerthana signing off from Study Abroad Unfiltered, and thank you Shihad once again. Thank you so much. അപ്പോൾ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. വലിയൊരു സാമ്രാജ്യം ശരിക്കും അങ്ങ് എന്താ പറയാ പിടിക്കാൻ പറ്റട്ടെ. അടുത്ത വരവിൽ ഇനിയും കൂടുതൽ കഥകളുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ യുവർ ടൈം. Thank you for your time. I will meet you in the next episode. So until then, take care and bye-bye. Bye.